ഭരതനും ശത്രുഘ്നനും വസിഷ്ഠനും കൗസല്യയും കൈകേയും സുമിത്രയുമെല്ലാം അടങ്ങുന്ന ഒരു ജനസമൂഹം തന്നെ രാമനെ തിരക്കി വനത്തിലേക്ക് വരികയാണ്. അയോധ്യ മുഴുവൻ ഇളകി വരികയാണ് രാമനെ തിരികെ കൊണ്ടുപോകാൻ, രാജ്യം ഏൽപ്പിക്കാൻ, ദശരഥന് ശേഷം തുടർ ഭരണം ഉറപ്പിക്കാൻ. അങ്ങനെ ശൃംഗിവേരപുരത്തിലെത്തി ഗുഹൻ ഭരതനെ രാമനെ ഉപദ്രവിക്കാൻ വരികയാണെന്ന് തെറ്റിദ്ധരിക്കുന്നു. എന്നാൽ സൂക്ഷ്മമായി അന്വേഷിച്ചറിഞ്ഞപ്പോൾ ഭരതൻ രാമൻ്റെ ഭക്തനാണെന്നും വെറും അഞ്ജൻ മാത്രമല്ലെന്നും ബോധ്യപ്പെട്ട് അദ്ദേഹത്തെ നമസ്കരിക്കുന്നു, വേണ്ട ഉപചാരങ്ങളെല്ലാം ചെയ്തു കൊടുക്കുന്നു. അവസാനം രാമൻ പോയ വഴിയിലേക്ക് നയിക്കുകയും ചെയ്യുന്നു. അങ്ങനെ ഇവരെല്ലാം കൂടെ നടന്ന് രാമൻ ഒരുപാട് മുനിമാരെല്ലാം കൂടെ താമസിച്ചിരുന്ന ഒരു സ്ഥലത്തെത്തുകയാണ്. മുനിപാഠങ്ങളാണ്, വലിയ വലിയ ആശ്രമങ്ങളും പരിസരങ്ങളും ഒക്കെ ഉണ്ട്. അതിൻ്റെ ഒരറ്റത്തായിട്ട് ചെറിയ ഒരാശ്രമം കെട്ടി ലക്ഷ്മണനും സീതയുമൊപ്പം രാമൻ കഴിഞ്ഞുകൂടുകയാണ്. അവിടെ മരവുരി നനച്ചിട്ട് തോരാനിട്ടിട്ടുണ്ട് ഉണങ്ങാനായിട്ട്. ആ ഭാഗത്തേക്ക് ചെന്നപ്പോഴേ ഭരതന് വല്ലാത്ത സങ്കടമായി. എങ്കിലും അടുത്ത് ചെന്നു രാമനെക്കുറിച്ചുള്ള ഓരോ പരിഭവങ്ങളും പരാതികളും സ്നേഹവായ്പോടുകൂടിയ സംഭാഷണങ്ങളും അങ്ങനെ നടത്തി രാമൻ ഇറങ്ങി വന്നു. മുനിമാരെല്ലാം എന്താ ഈ ബഹളമെന്ന് വിചാരിച്ച് എല്ലാവരും മുനിമാരും വന്നു. എല്ലാവരും ഒരേ സ്വരത്തിൽ പറഞ്ഞു, അയോധ്യയിലേക്ക് തിരികെ വരണം, വേഗം അത്യാവശ്യമാണ്, ഈ രാജ്യഭരണം ഏറ്റെടുക്കണം എന്നൊക്കെ ഈ ചിത്രകൂടത്തിൽ വെച്ച് പറയുകയാണ്. എന്തു ചെയ്തിട്ടും രാമൻ പറഞ്ഞു, രാമന് വാക്കൊന്നേ ഉള്ളൂ. കാരണം പിതൃശാസനം അനുസരിച്ച് പ്രവർത്തിക്കും, അത് പ്രവർത്തിക്കുമെന്ന് പ്രതിജ്ഞ ചെയ്തതാണ്. പ്രതിജ്ഞ ചെയ്താൽ പിന്നെ ഇളകാൻ പാടില്ലല്ലോ. നമുക്ക് ഇന്ന് സമൂഹത്തിൽ അങ്ങനെ വല്ലതും കാണുന്നുണ്ട്. ഒരു പ്രതിജ്ഞ ചൊല്ലുക, എന്നിട്ട് പിറ്റേ ദിവസം അതിനെതിരായിട്ട് പ്രവർത്തിക്കുക. ഇത് ചെയ്യാറില്ലേ? നമ്മുടെ സാമൂഹ്യ രംഗത്തും രാഷ്ട്രീയ രംഗത്തും ഒക്കെ നമ്മൾ കാണുന്നതാണ്. വാക്കിന് വിലയില്ലാതായി പോവുക, പറഞ്ഞ കാര്യം യഥാബലം അനുഷ്ഠിക്കുന്നതിൽ തരക്കേടുണ്ടാക്കുക, ചെയ്യാതിരിക്കുക. മക്കളമുഷ്ടി കൊണ്ടും അധികാരം കൊണ്ടും സ്വാധീനം കൊണ്ടും സത്യസന്ധമായ നിലപാടുകളിൽ നിന്നകന്ന് വ്യക്തിപരമായ കാര്യങ്ങൾ മാത്രം ചെയ്തെടുക്കുന്നതിലേക്ക് ലാഭകരമായി തനിക്ക് എങ്ങനെയാണ് ഗുണം എന്ന് മാത്രം കരുതി പ്രവർത്തിക്കുന്ന ഒരു സമൂഹത്തിൽ നിന്നുകൊണ്ടാണ് നമ്മൾ സംസാരിക്കുന്നതെന്ന് ഓർക്കണം. രാമൻ ഒരു ശ്വാസം കൊണ്ട് പോലും ഒരു അനുമതി, ഒരു സമ്മതം മൂളിയാൽ മതി, അയോധ്യ മുഴുവൻ അദ്ദേഹത്തിൻ്റെ കാൽക്കീഴിൽ ഒതുങ്ങുമെന്നുള്ളത് സത്യമാണ്. പക്ഷേ താൻ 14 വത്സരം വനവാസം അനുഷ്ഠിച്ചു കൊള്ളാമെന്നും ഭരതനെ രാജാവായി സമ്മതിച്ചു കൊള്ളാമെന്നും ദശരഥന് കൊടുത്ത വാക്കാണ്. ഭാര്യയ്ക്ക് കൊടുത്ത വരത്തിന് ആ വരപ്രാർത്ഥന ഉണ്ടായപ്പോൾ അത് സഫലീകരിക്കാനുള്ള ഒരു നിവൃത്തിയില്ലാതെയാണ് സങ്കടത്തോടെ ദശരഥൻ മോഹാലസ്യപ്പെട്ട് വീണത്. എങ്കിലും രാമൻ ആ തീരുമാനത്തെ ശിരസാവഹിക്കുകയും അത് നടപ്പിലാക്കാൻ യത്നിക്കുകയുമാണ്. ഭരതൻ എന്നെല്ലാം പറഞ്ഞിട്ടും രാമൻ അതിന് വഴിപ്പെട്ടില്ല. അങ്ങനെ ഭരതനെ രാജാവാക്കി വാഴിക്കാൻ തന്നെ എല്ലാവരും കൂടെ തീരുമാനിച്ചു തിരിച്ചുവിടും. പക്ഷേ ഞാൻ ഒരിക്കലും അയോധ്യയിൽ കയറുകയില്ല. നന്ദിഗ്രാമം എന്ന് പറയുന്ന ഒരു സ്ഥലത്ത് ചെറിയ ഒരു കുടില് പോലെ, ഒരു ആശ്രമം പോലെ എന്തോ ഒരു സാധനം കെട്ടി അവിടെയാണ് ഭരതൻ കഴിയുന്നത്. രാജ്യകാര്യങ്ങൾ രാമൻ്റെ ഈ പാതുകങ്ങൾ കൊണ്ടുപോയി അയോധ്യയിൽ നിന്ന് സ്വർണ്ണ പാതുകങ്ങൾ കൊണ്ടുവന്നിരുന്നു, ചെരുപ്പേ കൊണ്ടുവന്നിരുന്നു ഭരതൻ രാമന് വനത്തിലിടാൻ. അപ്പോൾ രാമൻ അത് വേണ്ട എന്ന് പറഞ്ഞു കൊടുത്തു. എന്നാൽ ഈ പാതുകം അങ്ങയുടെ കാലിൽ ഇട്ടതിന് ശേഷം തിരിച്ചു തരണമെന്നായി. രാമൻ അതിന് കൂട്ടാക്കിയില്ല. ഭരതൻ തന്നെ ഈ പാതുകൻ രാമൻ്റെ പാദങ്ങളിൽ അണിയിച്ച് കഴിഞ്ഞിട്ട് അത് രാമൻ തന്നെ അഴിച്ച് ഭരതൻ്റെ പക്കൽ കൊടുക്കുന്നു. ആ പാതുകങ്ങളുമായിട്ടാണ് ഭരതൻ
അയോധ്യയിലേക്ക് മടങ്ങുന്നത്. അയോധ്യയ്ക്ക് പുറത്ത് നന്ദിഗ്രാമത്തിൽ വസിക്കാൻ തീരുമാനിച്ച് അവിടെ കഴിഞ്ഞുകൂടുന്നത്. വസിഷ്ഠാദികളും സുമന്ത്രരും അടങ്ങുന്ന ഒരു സമൂഹം മുഴുവൻ രാജ്യകാര്യങ്ങളിൽ ശ്രദ്ധാലുക്കളായിരുന്നു. യാതൊരു അക്രമങ്ങളും ദുരിതങ്ങളും ആ രാജ്യത്തില്ലതാനും. അപ്പോൾ അതുകൊണ്ട് ഒരു രാജാവെന്ന പേരൊരാൾ മതി. ആ നിലയിൽ ആ ഭരതൻ അങ്ങനെ രാജ്യം മുമ്പോട്ട് കൊണ്ടുപോവുകയും ചെയ്തുകൊണ്ടാണ് കഴിയുന്നത്. എന്നിട്ട് അവസാനം ഈ രാമനെ പിരിയുന്ന നേരത്ത് പറഞ്ഞു, 14 വർഷം തികയുന്ന അന്ന് ജ്യേഷ്ഠൻ എൻ്റെ അയോധ്യയിൽ എൻ്റെ അടുത്ത് എത്തിയില്ലെങ്കിൽ ഞാൻ അഗ്നിയിൽ ചാടി ആത്മാഹുതി ചെയ്യും, ഉറപ്പാണെന്ന് പറഞ്ഞു. അപ്പോൾ രാമൻ പറഞ്ഞു, തീർച്ചയായും ആ ദിവസം ഞാൻ എത്തും അനുജ എന്ന് വാക്ക് കൊടുത്തു. അത് വിശ്വസിച്ചാണ് ഭരതൻ തിരിച്ചു പോയത്. അങ്ങനെ ചിത്രകൂടത്തിൽ നിന്ന് ഭരതൻ, അപ്പോൾ അതിനു മുമ്പ് കൗസല്യയും എല്ലാവരും വേണ്ട രാമനെ കണ്ട് ആ ഒരു സങ്കടങ്ങളൊക്കെ പറഞ്ഞു. അപ്പോൾ എല്ലാവരും അത് പറഞ്ഞു, അങ്ങനെയല്ല, രാമൻ സാക്ഷാൽ പരമപുരുഷോത്തമനാണ്, നാരായണനാണ്, വിചാരിക്കുന്ന പോലെ അല്ല, രാക്ഷസ വംശ വിനാശനം ഈ അവതാരത്തിൻ്റെ ലക്ഷ്യമാണ്, സീത മഹാമായ ദേവിയാണ് എന്നൊക്കെല്ലാം പറഞ്ഞ് കൗസല്യെ ആശ്വസിപ്പിച്ചു. പക്ഷേ കൈകേയി ഒപ്പം ഉണ്ടായിരുന്നു. കൈകേയി ആരും പരിഗണിച്ചില്ല. ഭരതനാകട്ടെ മറ്റാളുകൾ ആരെങ്കിലും ആകട്ടെ ഈ കൈകേയിയെ പരിഗണിക്കുന്നതേയില്ല. ഒരു തരത്തിലും ആരും ഒന്നും പറഞ്ഞില്ല. ഈ കൈകേയിക്ക് വല്ലാത്ത ദുഃഖമുണ്ടായി. തന്നെ ആരും പരിഗണിക്കുന്നില്ല. തൻ്റെ ചടുലമായ വർത്തമാനം കൊണ്ടാണ് ഈ തരത്തിലുള്ള ദുര്യോഗങ്ങളിലെ രാജധാനിയിലും പരിസരങ്ങളിലും ഉണ്ടായത്. രാമനും ദശരഥനും കൗസല്യയ്ക്കും ഒക്കെ സങ്കടങ്ങളുണ്ടായത്. ആകപ്പാടെ അതുവരെ സ്വസ്ഥമായി കഴിഞ്ഞു പോകുന്ന ഒരു ഗാർഹിക സാമൂഹിക രാഷ്ട്രീയ വ്യവസ്ഥയെല്ലാം തൻ്റെ ഒരൊറ്റ വാക്കുമൂലമാണല്ലോ ഇല്ലാതായതെന്നൊക്കെ കൈകേയിക്ക് നന്നായിട്ട് അറിയാം. അപ്പോൾ അതിനു മുമ്പേ രാമൻ എല്ലാവരെയും ആശ്വസിപ്പിച്ച് കുറേ നേരം പ്രസംഗിച്ചിരുന്നു, കുറേ കാര്യങ്ങളൊക്കെ പറഞ്ഞിരുന്നു. അതെല്ലാം കൈകേയിയുടെ മനസ്സിലുമുണ്ട്. എല്ലാവരും മുമ്പോട്ടങ്ങ് പോയി കഴിഞ്ഞപ്പോൾ കൈകേയി മാത്രം അവിടെ നിന്നു. രാമൻ്റെ അടുത്തേക്ക് വന്നു. മകനെ രാമ എന്ന് പറഞ്ഞിട്ട് തൊഴുത് നമസ്കരിച്ചവൻ. അപ്പോൾ അയ്യോ അമ്മ അങ്ങനെയൊന്നും എന്നെ തൊഴുകയൊന്നും വേണ്ട, കാര്യങ്ങളും ഒന്നുമില്ല, അമ്മ ദുഃഖിക്കാതിരുന്നാൽ മതി, ഞാൻ വേഗം എത്തുമല്ലോ, അമ്മ എന്തിനാണ് കരയുന്നത്, ഇത് ചെയ്യേണ്ട കാര്യമാണ്. അപ്പോൾ കൈകേയി പറഞ്ഞു, പ്രാരബ്ധ കർമ്മങ്ങളുടെ ആധിക്യം കൊണ്ട് എനിക്ക് പറ്റിയ അപഭ്രംശമാണ്, തെറ്റാണ്, കുറ്റമാണ്, കുറവാണ്, ന്യൂനതയാണ്, വീഴ്ചയാണ് ഇത് സംഭവിച്ചിരിക്കുന്നത്, മകനെ ക്ഷമിക്കണമെന്ന് പറഞ്ഞു. അത് ക്ഷമിക്കാനൊന്നുമില്ല, സ്വാഭാവികമായിട്ട് സംഭവിക്കേണ്ടതാണ്, എൻ്റെ അവതാര ലക്ഷ്യം ഇതാണ് എന്നെല്ലാം കാര്യങ്ങളെല്ലാം പറഞ്ഞ് കൈകേയിയെ പരിഗണനീയമായ വിധത്തിൽ ആശ്വസിപ്പിച്ചു. അങ്ങനെ ആശ്വസിപ്പിച്ചിട്ട് കൈകേയിയെ വിടുകയാണ്. സന്തോഷത്തോടെയാണ് കൈകേയി രാമാന്തികത്തിൽ നിന്ന്, രാമൻ്റെ സമീപത്ത് നിന്ന് ഈ അയോധ്യയിലേക്ക് തിരിച്ചു പോകുന്നത്. അത് വളരെ സന്തുഷ്ടി ഉണർത്തുന്ന ഒരു കാര്യമാണ്. ദുഃഖിക്കുന്ന ആളുകളെ ആശ്വസിപ്പിക്കുക, ശത്രുതാ മനോഭാവം പുലർത്തിയ ആളുകളെ പോലും മിത്രമായി കണക്കാക്കുക എന്നാണ്. ആരും ശത്രുക്കളില്ല. ഇടയ്ക്കൊരു കാര്യം പറയാൻ, നമുക്കൊരാൾ ശത്രുക്കളാകുന്നത് എങ്ങനെയാണ്, ഒരാൾ നമ്മുടെ ശത്രുവാകുന്നത് എങ്ങനെയാണ്, ആരുടെ കുഴപ്പമാണ്? ആ ശത്രുവാകുന്ന ആളിൻ്റെ കുഴപ്പമോ നമ്മുടെ കുഴപ്പമോ? സൂക്ഷ്മം ആലോചിച്ചാൽ നമ്മുടെ കുഴപ്പമാണെന്ന് തന്നെ പറയാം. കാരണം അയാളിൻ്റെ മനോഭാവങ്ങൾക്കനുസരിച്ച്, അയാളുടെ സംസ്കാരം അനുസരിച്ച്, അയാളുടെ ചിത്തവൃത്തികൾക്കനുസരിച്ച് നമുക്ക് നിൽക്കാൻ കഴിയാതെ പോകുന്നു എന്നുള്ളതാണ് ശത്രുവാകാൻ കാരണം, നന്മയായാലും തിന്മയായാലും. അപ്പോൾ അതുകൊണ്ട് ശത്രുത്വം ഉണ്ടാക്കുന്നതിന് അതിൻ്റെ ആരംഭഹേതു അവരവർ തന്നെയാണ് എന്ന് പറയും. ഏതായാലും ശരി, ഇങ്ങനെ കൈകേയിയും സന്തുഷ്ട മനസ്കയായി അവിടെ നിന്ന് മടങ്ങുന്നു. രാമൻ അവിടെ അപ്പോൾ പിന്നെയും ആളുകൾ, അയോധ്യാവാസികളായ ആളുകൾ പിന്നെയും രാമനെ സന്ദർശിക്കാനും തിരിച്ചു വിളിക്കാനും വന്നുകൊണ്ടേയിരിക്കുന്നു. ഇതൊരു ശല്യമായി തീർന്നു. തൻ്റെ മുമ്പോട്ടുള്ള യാത്രയ്ക്കൊരു വിലങ്ങുതടിയാണിതെന്ന് എന്ന് ബോധ്യപ്പെട്ടിട്ട് രാമൻ അവിടെ താമസം മാറ്റി. ചിത്രകൂടത്തിൽ നിന്നും ദണ്ഡകാരണ്യത്തിലേക്ക്. അത് വളരെ കൊടും കാടാണ്, ഡെൻസ് ഫോറസ്റ്റാണ്, വലിയ നിബിഡ വനമാണ്. അത് പിന്നെ നിത്യഹരിത വനമാണത്. നിത്യഹരിത വനമെന്ന് പറഞ്ഞാൽ വർഷത്തിൽ ഒരു പ്രാവശ്യം പോലും ഇല പൊഴിക്കാത്ത വൃക്ഷങ്ങളുള്ള വനമാണ്. നിത്യഹരിത വനങ്ങളുമുണ്ട്, അർത്ഥഹരിത വനങ്ങളുമുണ്ട്. ഇത് നിത്യഹരിത വനങ്ങളാണ്. ഇത് വർഷത്തിൽ ഒരു പ്രാവശ്യം ഇല പൊഴിക്കുന്ന വൃക്ഷങ്ങളുള്ള വനത്തിൻ്റെ ഭാഗത്തിന് പിന്നെ അർത്ഥഹരിത വനങ്ങളാണ്. ഇത് നിത്യഹരിത വനങ്ങളാണ്. പ്രകാശരശ്മികൾ പോലും അത് പൂർണ്ണമായിട്ട് അങ്ങോട്ട് കടന്നു കയറുകയില്ല. ഇരുളാണ്, പകൽ നട്ടുച്ചയ്ക്ക് പോലും ഇരുളാണ്. അങ്ങനെയുള്ള സ്ഥലമാണ്. ഹിംസജന്തുക്കൾ, ഇഴജന്തുക്കളായാലും മറ്റ് വന്യമൃഗങ്ങളായാലും വസിക്കുന്ന ദുഷ്ട ജീവികളായാലും രാക്ഷസന്മാരടക്കമുള്ള ജീവികളായാലും ഒക്കെ ഒരുപാട് ശല്യങ്ങളുള്ള സ്ഥലമാണ്. സാധാരണഗതിയിൽ ഈ യാത്രയ്ക്ക് വളരെ വിഷമമുള്ള ഒരു സ്ഥലമാണ് ഈ ദണ്ഡകാരണ്യം. ആ ദണ്ഡകാരണ്യത്തിലേക്ക് പോകാൻ രാമൻ നിർബന്ധിതനായി. കാരണം അയോധ്യാവാസികളുടെയും മറ്റുമുള്ള ഈ തിരക്ക് കാരണമാണ് അവിടുന്ന് പോകാൻ തീരുമാനിച്ചത്. അവിടെ വിട്ടു പോകുന്നത്. അപ്പോൾ അങ്ങനെ ഒരു ദിവസം പ്രഭാതത്തിൽ
നിത്യകർമ്മങ്ങളൊക്കെ കഴിഞ്ഞ് അവിടെയുള്ള ഈ താമസങ്ങൾ ഒരുപാടുണ്ട്. ഒരുപാട് മുനിമാരെ വഴിയിലേക്ക് താമസിക്കുന്നുണ്ട് ഒരുപാട് പേര്. ആ താമസങ്ങളോടൊക്കെ യാത്ര പറഞ്ഞിട്ട് ലക്ഷ്മണ സമേതനായ രാമൻ ഉൾവനത്തിലേക്ക് ഇങ്ങനെ നടന്നു പോവുകയാണ്. ഭയങ്കരമായ ദണ്ഡകവനമാണ്. അതിലേക്ക് ഇങ്ങനെ നടന്നു പോകുമ്പോൾ പിന്നെ വളരെ വഴി നടന്നപ്പോഴാണ് ദണ്ഡകാരണ്യത്തിൻ്റെ ആരംഭത്തിൽ നിന്ന് കുറച്ച് ദൂരം ചെന്നു. എത്തുന്നപ്പോഴാണ് ഒരു ആശ്രമം കണ്ടു. അത് അത്രി മഹർഷിയുടെ ആശ്രമമായിരുന്നു. അത്രി മഹർഷിയും ഭാര്യയായ അനസൂയ ദേവിയുമാണ് അവിടെ ഉള്ളത്. അത്രി മഹർഷിയെ കണ്ടു. അത്രി മഹർഷിയും രാമൻ്റെ വരവ് പ്രതീക്ഷിച്ചിരിക്കുക. ഇവരെല്ലാം ജ്ഞാനദൃഷ്ടി കൊണ്ട് രാമാവതാരത്തെക്കുറിച്ചും രാമൻ ഇങ്ങനെ വനപ്രവേശം വനവാസം നടത്തുമെന്നും അവിടെ ഇങ്ങനെ ഈ ദുഷ്ടരാക്ഷസന്മാരെല്ലാം കൊന്നൊടുക്കുമെന്നുള്ള ശ്രുതി എല്ലായിടങ്ങളിലും പരന്നിരുന്നു. വളരെ പെട്ടെന്നാണ്. ഇന്നത്തെ പോലെ പിന്നെ ആശയവിനിമയ സംവിധാനങ്ങളില്ലെങ്കിലും ഏതെല്ലാം വിധത്തിലായാലും അവരെല്ലാം ഈ കാര്യങ്ങൾ അറിഞ്ഞിരുന്നു. അങ്ങനെ അത്രി മഹർഷി അദ്ദേഹത്തെ വളരെ ഭക്തിയോടെ ഉപചാരപൂർവ്വം സ്വീകരിച്ചു. അത് രാമൻ തന്നെ പറഞ്ഞു, അത്രി മഹർഷിയെ കണ്ടത് വളരെ ഭാഗ്യമായി, തൻ്റെ ജന്മഭാഗ്യമാണിതെന്നൊക്കെ രാമൻ പറയുകയൊക്കെ ചെയ്തു. എന്നിട്ട് പറഞ്ഞു, അത്രി മഹർഷി ഇങ്ങോട്ട് പറഞ്ഞു, സീതയെ ഒരു കാര്യം ചെയ്യും, എൻ്റെ ഭാര്യ അകത്തിരുന്ന് ജനിക്കുന്നുണ്ട്, അവരെ കൂടെ ഒന്ന് കണ്ടേക്കൂ എന്ന് പറഞ്ഞു. അങ്ങനെയാണ് രാമൻ പറഞ്ഞു, സീത പോയി കണ്ടിട്ട് വരുമെന്ന് പറഞ്ഞു. അങ്ങനെ ആശ്രമത്തിൻ്റെ ഉൾഭാഗത്തേക്ക് പോയി അത്രി മഹർഷിയുടെ ഭാര്യയായ അനസൂയ ദേവിയെ സീത സന്ദർശിക്കുന്നുണ്ട്. ആ സന്ദർശിച്ചുകൊണ്ട് മകളെ സീതയെ വരൂ എന്ന് പറഞ്ഞിട്ട് വളരെ കാര്യമായിട്ട് വിളിച്ചു കൊണ്ടുപോയി. എന്നിട്ട് അവിടുന്ന് കുറച്ച് കർണാഭരണങ്ങളും പുതിയ വസ്ത്രങ്ങളും ഒക്കെ സീതയ്ക്ക് കൊടുക്കുകയാണ്. കുറേ കുറിക്കൂട്ട് കൊടുത്തു. ആ കുറിക്കൂട്ട് ദിവ്യമായ സുഗന്ധം പുറപ്പെടുവിക്കുന്ന ആണ് ആ കുറിക്കൂട്ട്. ഈ കുറിക്കൂട്ട് കൊടുക്കുക എന്ന് പറയുന്നത് പണ്ട് ഈ ആശ്രമത്തിലൊക്കെ ഉള്ള ഒരു പ്രധാനമായ കാര്യമാണ്, കുറിക്കൂട്ട് കൊടുക്കുക എന്നുള്ളത്. അത് നമ്മുടെ കംസന്റെ രാജധാനിയിലെ കുറിക്കൂട്ട് തയ്യാറാക്കുന്ന പിന്നെ സ്ത്രീ ആയിരുന്നു ആ ത്രിവക്കറി എന്ന് പറയുന്ന സ്ത്രീ. അപ്പോൾ കുറേ സാധനങ്ങൾ ചേർത്താണ്, കസ്തൂരിയൊക്കെയുണ്ട്, കസ്തൂരിയൊക്കെ ചേർത്തുണ്ടാക്കുന്നതാണ് ഈ കുറിക്കൂട്ട്. അപ്പോൾ ആ കുറിക്കൂട്ടും ദിവ്യങ്ങളായ വസ്ത്രങ്ങളും കർണാഭരണങ്ങൾ, അത് ചെവിയിടാനുള്ളത് കമ്മലായിരിക്കും, കർണാഭരണങ്ങളും മറ്റുമൊക്കെ കൊടുത്താണ് അനസൂയ സീതയെ അവിടുന്ന് യാത്രയാക്കിയത്. അധികം താമസിയാതെ ഭയങ്കരവും നിബിഡ വനങ്ങളും അടങ്ങുന്ന സ്ഥലത്തേക്ക് ദുഷ്ടമൃഗങ്ങളും ഒക്കെയുള്ള ഇവിടത്തേക്ക് പോയി നരഭുക്കുകളായ, അതായത് മനുഷ്യരെ പിടിച്ചിരുന്ന രാക്ഷസന്മാരുള്ള സ്ഥലം, രാക്ഷസന്മാരുടെ സങ്കേതവുമായ ദണ്ഡകവനത്തിൻ്റെ ഉള്ളിലേക്ക് പ്രവേശിച്ചു. അവിടെ എല്ലാം വളരെ വിജനതയായിരുന്നു, ആരുമില്ല. അങ്ങനെ സീതയെ നിർത്തിയിട്ട് മുൻപിലും പിൻപിലും രാമനും ലക്ഷ്മണനുമായിട്ട് യാത്ര അങ്ങോട്ട് പോവുകയാണ്. അങ്ങനെ പോയി കഴിഞ്ഞപ്പോൾ ഒരു രൂപം അവരുടെ ഇടയിൽ വന്നുകൂടി. കുറച്ചു നേരം ഒരു മരത്തിൽ ദാഹം ക്ഷീണം വന്നപ്പോൾ ഒരു മരത്തിൻ്റെ ചുവട്ടിരുന്ന താഴെയുള്ള ഒരു പൊയ്കയിൽ ഇറങ്ങി വെള്ളമൊക്കെ കുടിച്ച് മുഖമൊക്കെ കഴുകി കൈയും കാലമൊക്കെ കഴുകിയിട്ട് തിരിച്ചു വന്ന് അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് കാട് മുഴുവൻ ഞെട്ടിപ്പിക്കുന്ന തരത്തിലുള്ള ഒരു ശബ്ദവുമായി ഒരു ഭയങ്കരമായ അട്ടഹാസത്തോട് ഒരു രൂപം വരിക. അപ്പോൾ രണ്ടുപേരും വില്ലും അമ്പൊക്കെ എടുത്തു, ലക്ഷ്മണനും രാമനും വില്ലും അമ്പൊക്കെ എടുത്തു. അപ്പോൾ ആ അട്ടഹാസത്തിൻ്റെ ശബ്ദം കേട്ടാൽ മതി ആളുകൾ വീട് മരിച്ചു പോകും, അത്രത്തോളം ഭയങ്കരമാണ്. ഭയങ്കര സ്വരൂപിയായ ഒരു രാക്ഷസൻ, ജീവികളുടെ കുടൽമാല, എല്ലുകൊണ്ടുണ്ടാക്കിയ മാല, ഇതൊക്കെ അലങ്കാരം. ചന്ദ്രക്കല പോലെ കണ്ടു ഭയങ്കര ദംഷ്ട്രങ്ങൾ, ഈ കൊമ്പല് ചന്ദ്രക്കല പോലെ വളഞ്ഞ് ഇരിക്കുകയാണ്. ദംഷ്ട്രങ്ങൾ, ഉരുട്ടി മിഴിച്ച വട്ടക്കണ്ണുകൾ, മല പോലുള്ള ശരീരം, കയ്യിൽ വളരെ വലുതും കരാളവുമായ ഒരു ശൂലം, ആനയും മറ്റുമാണ് അതിൽ കൊരുത്തിട്ടിരിക്കുന്നത്. അങ്ങനെ വളരെ എങ്ങനെയൊക്കെ ആ ഭീകരമാക്കി വർണ്ണിക്കാമോ ആ രീതിയിലെല്ലാം ഉള്ള രൂപമായിട്ടാണ് വാൽമീകി മഹർഷി അതിനെ കാണുന്നത്. എഴുത്തച്ഛന് അത്ര ശക്തമായിട്ട് പറയുന്നില്ലെങ്കിലും കുറച്ച് കാര്യങ്ങളൊക്കെ ഭീകരമായ രൂപമാണെന്ന് മാത്രമേ പറയുന്നുള്ളൂ. അത് മനുഷ്യ സംസ്കാരത്തിനും മനുഷ്യ രൂപത്തിനും മനുഷ്യഭാവത്തിനും അന്യമായി നിൽക്കുന്ന രാക്ഷസീയമായ പ്രകൃതിയുടെ ആദ്യത്തെ ചിത്രമാണ് നമ്മളിവിടെ കാണുന്നത്. പിന്നെയാണ് വേറെ രാക്ഷസന്മാരൊക്കെ പിന്നെ കാണുന്നത്. ആദ്യം കാണുന്നത് വിരാധനാണ്. ഈ വിരാധൻ ഒരു ശാപം കൊണ്ട്, വിദ്യാധരനായിരുന്നു ഇയാൾ. ആ വിദ്യാധരനായ ആൾ ശാപം കൊണ്ട് ഇങ്ങനെ രൂപമായി പോയതാണ്. അത് പിന്നെ പറയുന്നുണ്ട്, അയാൾക്ക് മോക്ഷം കൊടുക്കുകയും ചെയ്യുന്നുണ്ട്. എന്തായാലും ആകെപ്പാടെ അത്യന്ത ബീഭത്സമായ ഒരു സ്വത്വത്തിൻ്റെ കാഴ്ചയാണ്, അസഹ്യമാണ് കണ്ടുകൊണ്ടിരിക്കാൻ. അങ്ങനെ കണ്ട രാക്ഷസനെ എങ്ങനെ വായും വളർന്ന് ശ്രീരാമനെയും സീതയും ലക്ഷ്മണനെയും വിഴുകാനായിട്ട് ഇങ്ങനെ പാഞ്ഞു വന്നു. ഭഗവാൻ വില്ല് തയ്യാറാക്കി ശരം തൊടുത്തു. അത് കണ്ടപ്പോൾ അല്പം സങ്കോചത്തോടെ അവിടെ നിന്ന് ഇയാൾ പറഞ്ഞു, നിങ്ങളെ രണ്ടുപേരും ഞാൻ കൊല്ലുന്നില്ല, ഒരു കാര്യം ചെയ്യും, സീത ഇവിടെ നിർത്തിയിട്ട് നിങ്ങൾ മാറിപ്പോകും. അപ്പോൾ രാമൻ അയാൾ നേരക്കൊന്ന് ചിരിച്ചിട്ട് അസ്ത്രം തൊടുത്തിട്ട് അയാളുടെ രണ്ട് കൈകളും മുറിച്ച് കളഞ്ഞു. അത് കഴിഞ്ഞ് 2 കാലും മുറിച്ചു അസ്ത്രം കൊണ്ട്. അത് കഴിഞ്ഞപ്പോൾ ഇയാൾ എഴിഞ്ഞഴിഞ്ഞ് വരാൻ തുടങ്ങി. അപ്പോൾ അടുത്ത അമ്പ് കൊണ്ട് നെഞ്ചത്ത് മാറിടത്തേക്ക് അമ്പയക്കുകയും ചെയ്തു. അയാളൊരു വലിയ മല പോലെ മറിഞ്ഞു വീണു എന്നാണ്.
മറിഞ്ഞു വീണപ്പോൾ ആ ദേഹത്തിൽ നിന്ന് ഒരു ദിവ്യമായ പ്രകാശം മുകളിലേക്ക് വന്നു. എന്നിട്ട് അയാൾ ഇങ്ങനെ പ്രാർത്ഥിച്ചു, ഭഗവാൻ ശ്രീരാമചന്ദ്രൻ, അങ്ങേക്ക് നമസ്കാരം. ഞാനൊരു വിദ്യാധരനായിരുന്നു പണ്ട്, പറയത്തക്ക കാരണമൊന്നുമില്ല. ദുർവാസാവ് മഹർഷി എല്ലാവരെയും ശപിക്കുന്ന ആളാണല്ലോ ദുർവാസാവ് മഹർഷി ശപിച്ചതാണ് എന്നെ ഈ രൂപത്തിലാക്കിയത്. ഭാഗ്യം കൊണ്ട് ഇപ്പോൾ അവിടുത്തെ ദർശനം കിട്ടി. എനിക്ക് ശപിക്കപ്പെട്ട ആ രാക്ഷസ ജന്മത്തിൽ നിന്ന് എനിക്ക് മോചനം കിട്ടി. ഞാൻ വളരെ കൃതാർത്ഥനായി. ഇനിയെങ്കിലും എൻ്റെ മനസ്സ്, ബുദ്ധി അടങ്ങുന്ന എല്ലാ ഇന്ദ്രിയങ്ങളും അങ്ങയെ വിട്ട് മറ്റൊന്നിൽ പ്രവേശിക്കാതെ ഏകാഗ്രമായ സാധനയാക്കി അങ്ങിൽ തന്നെ ലയിക്കാൻ എന്നെ അനുവദിക്കണമേ എന്നുള്ള ഭക്തിഭാവനയാണ് ഈ വിരാധൻ എന്ന് പറയുന്ന ഈ രാക്ഷസ രൂപിയിൽ നിന്ന് പിന്നെ ഉണ്ടായത്. അയാളുടെ ഒരു രൂപം പ്രകാശമായിട്ട് ഇങ്ങനെ നിൽക്കുക അയാളെ പറയുന്നത്. അപ്പോൾ അങ്ങനെ സംഭവിക്കട്ടെ എന്ന് രാമൻ പറഞ്ഞു. വിദ്യാധരനെ അനുഗ്രഹിച്ചു. അത് കഴിഞ്ഞിട്ട് പിന്നെയും യാത്ര പോവുകയാണ്. യാത്ര പോയിട്ട് ശരഭംഗൻ എന്ന് പറയുന്ന ഒരു മഹർഷിയുടെ ആശ്രമത്തിൽ അഭിനന്ദ. ഈ ശരഭംഗൻ എന്ന് പറഞ്ഞാൽ 3 ശ്വാസമേ അയാൾക്ക് ബാക്കിയുള്ളൂ പിന്നെ മരിക്കാൻ. ഒരുപാട് വർഷം ജീവിച്ചിരുന്ന ആളാണ് ശരഭംഗൻ. ശ്വാസത്തെ അടക്കാൻ കഴിയുന്നതെന്നാണ് ശരഭംഗൻ എന്ന വാക്കിൻ്റെ അർത്ഥം. ശ്വാസത്തെ അടക്കി ആയുസ് കൂടുമെന്നാണ് പറയുന്നത് ആളുകൾ. ഒരു മനുഷ്യ ജീവിതം, ഒരു ജീവിയുടെ മൊത്തം ജീവിതത്തിൽ ഇത്ര 1000 ശ്വാസം വിടണമെന്നുണ്ട്. ശ്വാസങ്ങളുടെ കണക്കുണ്ട്. നമ്മുടെ ഹൈന്ദവ ഫിലോസഫിയിൽ അങ്ങനെ കാണുന്നില്ലെങ്കിലും തമിഴ് സാഹിത്യത്തിലെ, തമിഴ് ഭക്തി സാഹിത്യത്തിലെ യോഗശാസ്ത്രം, ഒരു പ്രത്യേക യോഗശാസ്ത്രത്തിലെ വ്യാഖ്യാനമുണ്ട് തമിഴിൽ. അതിനകത്ത് ആയുസിൻ്റെ പരിമാണം, അതായത് ക്വാണ്ടിറ്റി ഫോർ ആയുസ്, ഈ ആയുസിൻ്റെ കാര്യം പറയുന്നുണ്ട് ഈ എത്ര ശ്വാസം എന്ന്. അത് വേണ്ട നായോ മറ്റോ പരാമറെന്ന് പറയുന്ന വിഷം കുടിപ്പിച്ചാൽ മതി, അത് പെട്ടെന്ന് മരിക്കുകയില്ല. അത് ഏതാണ്ട് 48 മിനിറ്റ് നേരം ശ്വാസം കഴിച്ചിട്ടേ അത് മരിക്കും. ഇങ്ങനെ ശ്വാസം ഇങ്ങനെ ഇട്ടുകൊണ്ടിരിക്കും. അപ്പോൾ ഒരു ജന്മത്തിൽ തന്നെ ഇത്ര ശ്വാസം കഴിക്കണം എന്ന് നിയമമുണ്ട്. ശ്വാസത്തെ അടക്കാൻ കഴിയുന്ന, അത് പ്രാണായാമത്തിൻ്റെ ഒരു വിശേഷം അതാണ്. പ്രാണൻ്റെ ദൈർഘ്യം, അത് ജീവിതത്തിൻ്റെ ദൈർഘ്യം കൂട്ടിയെടുക്കാൻ പ്രാണായാമം സാധ്യമാണെന്ന് പലരും പറയുന്നുണ്ട്. എന്നാൽ യോഗസൂത്രത്തിൽ അതിനെക്കുറിച്ച് അങ്ങനെ പറയുന്നുമില്ല. പതഞ്ജലിയുടെ യോഗസൂത്രമാണ്, അതാണ് നമ്മുടെ ബേസ് എന്ന് പറയുന്നത്. യോഗശാസ്ത്രത്തിൻ്റെ അടിസ്ഥാന ഗ്രന്ഥം എന്ന് പറയുന്നത് പതഞ്ജലിയുടെ യോഗസൂത്രമാണ്. ആ യോഗസൂത്രത്തിൽ ഓരോ യോഗ ചിത്തവൃത്തി നിരോധ എന്നാണ് ആദ്യം ആരംഭിക്കുന്നത് തന്നെ. യോഗം എന്ന് പറയുന്നത് ചിത്തവൃത്തികളെ നിരോധിക്കുകയാണ് എന്ന് പറഞ്ഞിട്ടാണ് പതഞ്ജലി മഹർഷി പിന്നെ യോഗസൂത്രം മൊത്തം പറയുന്നത്, ഓരോന്നൊക്കെ പറയുന്നത്. അപ്പോൾ അങ്ങനെ അതിലൊന്നും പറയുന്നില്ല. ഈ ശീർഷാസനം ചെയ്യണമെന്നൊന്നും പതഞ്ജലി നിർദ്ദേശിക്കുന്നില്ല, തലകുത്തി നിൽക്കണമെന്നൊന്നും പറയുന്നില്ല. എങ്കിലും ഇന്ന് ഈ മോഡേൺ യോഗയിലൊക്കെ തലകുത്തി നിൽക്കുക, അങ്ങനെ പല തരത്തിലുള്ള എക്സർസൈസ് ഓരോന്ന് കണ്ടുപിടിക്കാറുണ്ട്. പക്ഷേ പതഞ്ജലിയുടെ എഴുതിയെന്ന് പറയുന്ന മൂലഗ്രന്ഥത്തിൽ ഇത്രയധികം കാര്യങ്ങളൊന്നുമില്ല. എന്തായാലും ശരി, ഈ യോഗ ബലം ഇങ്ങനെ ഉണ്ട്. ആ യോഗബലം കൊണ്ട് ഈ ശരഭംഗ മഹർഷി പിന്നെ ഒരു അല്പകാലം കൂടെ ജീവിക്കാനുള്ളൂ. ഞാൻ ശ്രീരാമനെ കണ്ടതിന് ശേഷം മാത്രമേ ദേഹം ത്യജിക്കൂ എന്നൊരു നിർബന്ധ ബുദ്ധി അദ്ദേഹത്തിനുണ്ട്. അതുകൊണ്ട് ആശ്രമത്തിൽ ശ്വാസം കഴിക്കാതെ ഇരിക്കുകയായിരുന്നു. അയോധ്യയിൽ ദശരഥപുത്രനായി ശ്രീരാമചന്ദ്രൻ എന്ന പേരിൽ ഒരാൾ ജനിച്ചിട്ടുണ്ട്. അദ്ദേഹം ഇതുവഴി വരും. വന്നു കഴിഞ്ഞ് ഈ 3 ശ്വാസം അതിനു വേണ്ടി വച്ചിരിക്കുകയാണ്. ആ ശ്വാസം കഴിച്ചതിന് ശേഷമേ ഞാൻ മരിക്കുകയുള്ളൂ എന്ന് പറഞ്ഞിട്ട് ശ്വാസഗതിയെ നിശേഷം നിരോധിച്ചവൻ എന്ന അർത്ഥത്തിൽ ശരഭംഗൻ എന്ന് അദ്ദേഹം പ്രസിദ്ധനായി. അദ്ദേഹം ഇരിക്കുന്ന ആശ്രമത്തിലേക്കാണ് രാമാദികൾ എത്തിച്ചേർന്നത്. അവിടെ ചെന്നു, അദ്ദേഹത്തെ കണ്ടു. പെട്ടെന്ന് ആ ശരഭംഗാശ്രമത്തിൽ ചെന്നു എല്ലാം തൊഴുതു. എല്ലാം അദ്ദേഹം വന്ന്, ഹേ രാമചന്ദ്ര കരുണാമയ എന്നൊക്കെ പറഞ്ഞു, അങ്ങയുടെ ആഗമനം ഞാൻ പ്രതീക്ഷിച്ചിരിക്കുകയായിരുന്നു. എൻ്റെ ശിഷ്ട ജന്മം സഫലമായി തീർന്നല്ലോ, എനിക്ക് പോകാൻ സമയമായി, എനിക്ക് മോക്ഷം തരൂ എന്ന് പറഞ്ഞിട്ട് പാദങ്ങളിലേക്ക് വീണു. രാമൻ അദ്ദേഹത്തെ പിടിച്ചെഴുന്നേൽപ്പിച്ചു. അതോടെ അദ്ദേഹത്തിന് ജന്മസാഫല്യം ലഭിച്ചു എന്നാണ് കഥ. ഇങ്ങനെയുള്ള കുറേ സംഭവങ്ങൾ ഉദാഹരിക്കുന്നത് ഈ മുനിമാരുടെയും സന്യാസിമാരുടെയും തവപ്രാഭവമുള്ള മറ്റാളുകളുടെയും ജീവിതാനുഭവങ്ങളെ രാമൻ്റെ ജീവിതവുമായി കൊരുത്തു വച്ചിരിക്കുന്ന ഒരു പ്രത്യേക കാരണമുണ്ട്. ആ കാരണം നമ്മൾ നേരത്തെ നോക്കിക്കണ്ടത് തന്നെയാണ്. അവതാര മഹത്വം ബോധ്യപ്പെടുത്തിയില്ലെങ്കിൽ ശ്രീരാമൻ ആരാധനീയനാകുന്നത് എങ്ങനെയാണ്? ദിവ്യത്വമുണ്ട്, ശ്രേഷ്ഠത്വമുണ്ട് എന്ന് ബോധ്യപ്പെടുമ്പോൾ മാത്രമാണല്ലോ ഒരാൾ കൂടുതൽ ആരാധ്യനായി മാറുന്നത്, അല്ലേ? വെറുതെ ഒരാൾ നമ്മളെ ആരും ആരാധിക്കുന്നില്ല. കാരണം നമുക്കിങ്ങനെ ഈ പറയുന്ന ദിവ്യത്വം പ്രകടിപ്പിക്കാനോ അല്ലെങ്കിൽ ഉണ്ടെന്ന മറ്റാളുകളാൽ ആരോപിക്കപ്പെടാനോ ഉള്ള അർഹതയും ഭാഗ്യമൊന്നും ഉണ്ടായിട്ടില്ല. അതുകൊണ്ട് അതുണ്ടാവത്തില്ല. അത് ഭാഗ്യമായാലും ഭാഗ്യക്കേടായാലും സംഭവിക്കുന്നില്ല. ശ്രീരാമനെ സംബന്ധിച്ചിടത്തോളം അങ്ങനെയല്ല. അവതാരമാണ്. വൈഷ്ണവ പ്രഭാവത്തിൽ നിന്ന് താഴേക്ക് ഇറങ്ങി വന്നതാണ്, അവതരിച്ചതാണ്, താഴേക്ക് വന്നതാണ്.
അവതാരം എന്നുള്ള വാക്കുണ്ട്. ആലോകനമുണ്ട്, അവലോകനമുണ്ട്. നമ്മളിങ്ങനെ വെറുതെ ഇരുന്നുകൊണ്ട് ചുറ്റിൽ ഇങ്ങനെ കണ്ണ് ഇങ്ങനെ എടുത്ത് നോക്കാൻ അത് ആലോകനം എന്നേ പറയും. എന്നാൽ നമ്മളൊരു വീടിൻ്റെ ഏറ്റവും മുകളിൽ നിന്നുകൊണ്ട് താഴോട്ട് നോക്കുമ്പോൾ അത് അവലോകനമാണ്. അങ്ങനെ ഗ്രദ്ധത എന്ന് പറയും. ഗ്രദ്ധത, ആ ഗ്രദ്ധത എന്ന് പറഞ്ഞാൽ ഉയരങ്ങളിൽ നിന്ന് താഴേക്ക് നോക്കിയാൽ സൂക്ഷ്മമായി കാണാൻ കഴിയുന്ന അവസ്ഥയ്ക്കാണ്. അതുകൊണ്ട് ഗ്രദ്ധം എന്നുള്ളതിന് ഈ കഴുകൻ അല്ലെ ഗരുഡൻ എന്നർത്ഥമുണ്ട്. പറന്നുകൊണ്ടിരിക്കുകയാണെങ്കിലും ഗരുഡൻ്റെ സൂക്ഷ്മമായ ദൃഷ്ടികൾ വളരെ സൂക്ഷ്മമായിട്ടുള്ള അംശങ്ങളിൽ പോലും ചെന്ന് പറ്റും. ഗ്രദ്ധനേത്രം എന്നാ പറയുക സൂക്ഷ്മത കൂടുന്നതിന്. അപ്പോൾ അങ്ങനെ ഒരു കാര്യമുണ്ട്. എന്തായാലും അവതാരം എന്ന് പറയുന്ന വാക്ക് അങ്ങനെ ഒരു കാര്യമാണ്. മത്സ്യകൂർമ്മം, വരാഹഞ്ച, നരസിംഹഞ്ച, വാമന നമ്മൾ കഴിഞ്ഞ ദിവസം ഓർമ്മിച്ചതാണ്. അപ്പോൾ അങ്ങനെ വരുന്ന ഈ രാമൻ വൈഷ്ണവ പ്രഭാവത്തിൽ നിന്ന് താഴേക്ക് മനുഷ്യജന്മത്തിലേക്ക് വന്നതാണ്, മനുഷ്യനായിട്ട് ജനിച്ചതാണ്. അപ്പോൾ ആ മനുഷ്യനായി ഇരുന്നു കൊണ്ട് തന്നെ ദിവ്യമായ ഒരു പരിവേഷം ചാർത്തി കിട്ടുക എന്നുള്ള അവസ്ഥയിലാണ് ഇവിടെ അധ്യാത്മരാമായണത്തിൽ രാമനെ നമ്മൾ കാണുന്നത്. അതുകൊണ്ടാണ് രാമൻ്റെ വിഗ്രഹത്തിന് മുമ്പിൽ നമ്മൾ പ്രാർത്ഥിക്കുന്നതും മറ്റുമൊക്കെ. രാമരാജ്യം എന്ന് പറയുന്നത് അങ്ങനെയാണ്. ശ്രീരാമദേവൻ എന്ന് പറയുന്നത്, ശ്രീരാമൻ എന്ന ദൈവം എന്ന് പറയുന്നത് അതാണ്. ശ്രീരാമൻ പരമപുരുഷോത്തമനാണെന്ന് പറയുന്ന ആണ്. മനുഷ്യനിൽ നിന്ന് വ്യത്യസ്തമായ ദിവ്യങ്ങളെന്ന് നമ്മൾ വിചാരിക്കുന്ന ധാരാളം ഗുണഗണങ്ങളോട് കൂടിയത് ആണെന്ന് നമ്മെ ബോധ്യപ്പെടുത്താൻ വേണ്ടിയാണ് ഇങ്ങനെ ഒരുപാട് പുണ്യാത്മാക്കളുടെയും തപസ് ജനങ്ങളുടെയും മുനിമാരുടെയും ഒക്കെ ജീവിതവുമായി രാമൻ്റെ ജീവിതം ബന്ധപ്പെടുത്തി അവർക്കെല്ലാം മോക്ഷം കൊടുക്കുന്ന മോക്ഷപ്രദായകമായ വ്യക്തിത്വമുള്ള ആളാണ് രാമനെന്ന് വരുത്തി തീർക്കാൻ അധ്യാത്മരാമായണകാരൻ ശ്രമിച്ചിട്ടുള്ളത്. അതാണ് പ്രധാനമായ കാര്യം. അങ്ങനെ ശരഭംഗ ആശ്രമവും കഴിഞ്ഞു. അവിടുന്ന് നേരെ പിന്നെയും ശരഭംഗ യോഗീശ്വരന് മോക്ഷം കൊടുത്തതിന് ശേഷം അവിടുന്ന് വീണ്ടും ഈ ആരണ്യകാണ്ഡത്തിൻ്റെ അടുത്ത ദണ്ഡകാരണ്യമാണ് പ്രധാനമായിട്ടും വരുന്നത്. അവിടെ നിന്ന് ഋഷിവാടത്തിൽ എല്ലാവരും അറിഞ്ഞു, എല്ലാവരും ഓടി വന്നു. രാമന് ഒരുപാട് ആളുകൾ പുഷ്പങ്ങളിട്ട് നമസ്കരിച്ചു. അങ്ങനെ ആ യോഗവൈഭവത്തെ എല്ലാവരും അംഗീകരിക്കുകയായിരുന്നു. എന്നിട്ട് പിന്നെയും ഈ തപസ് ജനങ്ങളുടെ ഇടയിൽ നിന്ന് പിന്നെയും രാമൻ യാത്ര ചെയ്യുകയാണ്. യാത്ര ഒരിക്കലും അവസാനിക്കുന്നില്ല. അങ്ങ് അവസാനിക്കണമെങ്കിൽ കുറേ ഇനിയുണ്ട്. സുദീക്ഷണാശ്രമമുണ്ട്. അവിടെയും ഈ സൽക്കാരങ്ങളും പ്രാർത്ഥനകളും ഏറ്റുവാങ്ങി സുദീക്ഷണൻ വളരെ ഭക്തിയോടെ തൻ്റെ ഗുരുവിൻ്റെ നിർദ്ദേശത്തെ ഭഗവാനെ അറിയിച്ചു. വേഗത്തിൽ ഇവിടുന്ന് കുട്ടി അടുത്ത ആശ്രമത്തിലേക്ക് പോകണം എന്ന് പറഞ്ഞിട്ട് അവിടുന്ന് അഗസ്ത്യ മഹർഷി അടുത്തേക്കാണ് പോകുന്നത്. ഈ അഗസ്ത്യ മഹർഷിയോട് ചെന്ന് പറഞ്ഞു, ഇങ്ങനെ രാമൻ വരുന്നുണ്ട് എന്ന് പറഞ്ഞു. അപ്പോൾ അദ്ദേഹത്തെ കൂട്ടിക്കൊണ്ടിങ്ങി വരൂ എന്നാണ് അഗസ്ത്യൻ പറഞ്ഞത്. ഞാൻ അങ്ങോട്ട് ചെല്ലാമെന്നല്ല പറഞ്ഞത്. അഗസ്ത്യൻ അങ്ങനെ ചില കാര്യങ്ങളെല്ലാം ഉണ്ട്. അഗസ്ത്യൻ ഇരിക്കുകയാണ്, ധ്യാന നിമഗ്നനായിരിക്കാൻ പോവുകയാണ്. അത് തൊട്ട് മുമ്പാണ്. അതുകൊണ്ട് സുദീക്ഷണനോട് പറഞ്ഞു, നീ ഒരു കാര്യം ചെയ്യ്, രാമൻ ഇങ്ങ് കൂട്ടിക്കൊണ്ടുപോകാന്ന് പറഞ്ഞു. അങ്ങനെ അഗസ്ത്യമുനിയുടെ അടുത്ത് ചെന്നു. കുംഭസംഭവനായ അഗസ്ത്യമുനി, ആ അഗസ്ത്യമുനിയുടെ അടുത്ത് ചെന്നു. അപ്പോൾ അഗസ്ത്യമുനിയെ കണ്ട് അദ്ദേഹം രാമനും ലക്ഷ്മണനും സീതയും തൊഴുതു കാര്യങ്ങളിലൊക്കെ കുശലങ്ങളെ പറഞ്ഞു. അപ്പോൾ അഗസ്ത്യമുനി സ്തുതിക്കുന്ന ഒരു ഭാഗമുണ്ട്. രാമായണത്തിലെ വളരെ പ്രധാനമായ ഒരു ഭാഗമാണ് ഈ അഗസ്ത്യസ്തുതി എന്ന് പറയുന്നത്. ആ ഭാഗം നമുക്ക് കുറച്ചൊന്ന് വായിക്കാം. ഒന്നെടുത്താൽ മതി. അഗസ്ത്യസ്തുതി എന്ന് പ്രത്യേക സബ് ഹെഡിങ് ഉണ്ട് അതിനകത്ത് പുസ്തകത്തിൽ. രാമായണ കൈവശം ഉണ്ടെങ്കിൽ അതൊന്ന് എടുത്ത് അഗസ്ത്യസ്തുതി ഒന്ന് നോക്കാം. ഓം നമോ നാരായണായ. നീ വരുന്നതും പാർത്തു ഞാനിരുന്നിതു മുന്നം, ദേവകളോടും കമലാസനോടും ഭവാൻ ക്ഷീരവാരിധി തീരത്തിങ്കൽ നിന്ന് അരുൾ ചെയ്തു. ഘോരരാവണൻ തന്നെ കൊന്നു ഞാൻ ഭൂമണ്ഡല ഭാരാപഹരണം ചെയ്തിടുവൻ എന്നു തന്നെ സാരസാസന സകലേശ്വര ദയാനിധേ. ഞാൻ അന്നു തുടങ്ങി വന്നിവിടെ വാണിടിനേൻ ആനന്ദസ്വരൂപനം നിന്നുടൽ കണ്ടുകൊള്ളുവാൻ. താപസജനത്തോടും ശിഷ്യസംഘാതത്തോടും
ശ്രീപാദാംബുജം നിത്യം ധ്യാനിച്ചു വസിച്ചു ഞാൻ. ലോക സൃഷ്ടിക്കു മുന്നം ഏകനായി ആനന്ദനായി ലോകകാരണൻ വികൽപോപാധി വിരഹിതൻ തന്നുടമായ തനിക്ക് ആശ്രയഭൂതയായി തന്നുട ശക്തിയെന്നും പ്രകൃതി മഹാമായ നിർഗുണനായ നിന്നെ ആവരണം ചെയ്തിട്ടു തദ്ഗുണങ്ങളെ അനുസരിപ്പിച്ചിടുന്നതും നിർവ്യാജം വേദാന്തികൾ ചൊല്ലുന്നു നിന്നെ മുന്നം. ദിവ്യമാം അവ്യാകൃതമെന്ന് ഉപനിഷദ്വശാൽ മായാദേവിയെ മൂലപ്രകൃതിയെന്നും ചൊല്ലും. മായാതീതന്മാരെല്ലാം സംസൃതിയെന്നും ചൊല്ലും. വിദ്വാൻമാർ അവിദ്യയെന്നും പറയുന്നുവല്ലോ. ശക്തിയെ പല നാമം ചൊല്ലുന്നു പലതരം നിന്നാൽ സംക്ഷോഭ്യമാണയാകിയമായ തന്നിൽ നിന്ന് ഉണ്ടായി വന്നു മഹത്തത്വം എന്നല്ലോ ചൊല്ലൂ. നിന്നുടെ നിയോഗത്താൽ മഹത്തത്വത്തിങ്കലേ നിന്നുണ്ടായി വന്നു പുനരഹങ്കാരവും. പുരാമഹത്തത്വവും അഹങ്കാരവും സംസാരവും മഹദ്വേദികളേവം മൂന്നായി ചൊല്ലിയിടുന്നു. സാത്വികം രാജസവും താമസം എന്നീ വണ്ണം വേദ്യമായി ചമഞ്ഞിതു മൂന്നുമെന്ന് അറിഞ്ഞാലും താമസത്തിങ്കൽ നിന്ന് സൂക്ഷ്മതന്മാത്രകളും ഭൂമിപൂർവക സ്ഥൂല പഞ്ചഭൂതവും പിന്നെ രാജസത്തിങ്കൽ നിന്നുണ്ടായത് ഇന്ദ്രിയങ്ങളും തേജോരൂപങ്ങളായ ദൈവതങ്ങളും പിന്നെ സാത്വികത്തിങ്കൽ നിന്നു മനസ്സുമുണ്ടായി വന്നു. സൂത്രരൂപകം ലിംഗം ഇവറ്റിൽ നിന്നുണ്ടായി സർവത്ര വ്യാപൃത സ്ഥൂല സഞ്ചയത്തിങ്കൽ നിന്ന് ദിവ്യനാം വിരാട് പുമാനുണ്ടായത് എന്നു കേൾപ്പൂ. അങ്ങനെയുള്ള വിരാട് പുരുഷൻ തന്നെയല്ലോ തിങ്ങിയിടും ചരാചര ലോകങ്ങളാകുന്നതും. ദേവ മാനുഷ തിര്യഗ്യോനിജാതികൾ ബഹുസ്ഥാവര ജംഗമൗഘപൂർണമായി ഉണ്ടായി വന്നു. തൊന്മായാഗുണങ്ങളെ മൂന്നു ആശ്രയിച്ചല്ലോ ബ്രഹ്മാവും വിഷ്ണുതാനും രുദ്രനും ഉണ്ടായി വന്നു. ലോക സൃഷ്ടിക്ക് രജോ ഗുണമാശ്രയിച്ചല്ലോ ലോകേശനായ ധാത നാഭിയിൽ നിന്നുണ്ടായി. സത്വമാം ഗുണത്തിങ്കൽ നിന്ന് രക്ഷിപ്പാൻ വിഷ്ണു രുദ്രനും തമോ ഗുണം കൊണ്ട് സംഹരിപ്പാനും ബുദ്ധിജാതികളായ വൃത്തികൾ ഗുണത്രയം നിത്യവംശിച്ചു. ജാഗ്രൽ സ്വപ്നവും സുഷുപ്തിയും ഇവറ്റിനെല്ലാം സാക്ഷിയായ ചിന്മയൻ ഭവാൻ നിവൃത്തൻ നിത്യൻ ഏകൻ അവ്യയനല്ലോ നാഥ. ഇങ്ങനെ അഗസ്ത്യസ്തുതി നമ്മൾ ശ്രദ്ധാപൂർവം വായിച്ചാൽ അദ്വൈത വേദാന്തത്തിൻ്റെ കടും കാതലായ പ്രശ്നങ്ങൾ ഏറ്റവും ശ്രദ്ധേയമായി നമുക്ക് ഈ അഗസ്ത്യസ്തുതിയുടെ ഭാഗത്ത് കാണാൻ കഴിയും എന്നുണ്ട്. 3 ഗുണങ്ങൾ, സത്വഗുണം, രജോ ഗുണം, തമോ ഗുണം എന്ന് പറയുന്ന 3 ഗുണങ്ങളെ സംബന്ധിച്ചുള്ള വിശേഷമായ വിവരങ്ങൾ അഗസ്ത്യകണ്ഠങ്ങളിലൂടെ സ്തുതിരൂപത്തിൽ പുറപ്പെടുകയാണ്. അതുകൊണ്ട് തന്നെയാണ് ഈ അധ്യാത്മ രാമായണം പ്രഖ്യാതമാകുന്നത്. ഈ ആധ്യാത്മവിദ്യയെക്കുറിച്ചുള്ള വളരെ രഹസ്യാത്മകമായ വിവരങ്ങൾ അല്ലെങ്കിൽ പെട്ടെന്നൊരു വിവരണത്തിന് വിധേയമാകാതിരിക്കുന്ന സൂക്ഷ്മമായ അറിവ് വേണ്ടിവരുന്ന തരത്തിലുള്ള അംശങ്ങൾ ഇവിടെ പറഞ്ഞു പോവുകയാണ് എഴുത്തച്ഛൻ. എഴുത്തച്ഛനിലെ സിദ്ധ വേദാന്തിയായ ആളെ നമുക്കിവിടെ കാണാൻ കഴിയുകയാണ്. ആത്മാവ്, ശരീരം, ഈ 2 അവസ്ഥ എങ്ങനെയാണ് പരമാത്മാവായും ജീവാത്മാവുമായി നിൽക്കുന്നതെന്നുള്ളതിൻ്റെ അടിസ്ഥാന അംശങ്ങളിലേക്ക് നമ്മുടെ ശ്രദ്ധയെ പിടിച്ചു നിർത്തുന്ന തരത്തിലാണ് അഗസ്ത്യരസിയുടെ സങ്കേതം എഴുത്തച്ഛൻ വിനിയോഗിച്ചിട്ടുള്ളത്.
അഗസ്ത്യൻ എന്ന മുനിയുടെ സിദ്ധിയും സാധനയും എന്താണെന്ന് ബോധ്യപ്പെടുക എന്നതിനപ്പുറം എഴുത്തച്ഛൻ എന്ന വ്യക്തിയുടെ ഭക്തി സാധന എങ്ങനെയാണ് വേദാന്തപരമായി ഉപയോഗിക്കപ്പെട്ടത് എന്ന് നമുക്ക് വ്യക്തമായി മനസ്സിലാക്കാൻ അഗസ്ത്യസ്തുതിയുടെ ഈ ഭാഗം പരിശോധിച്ചാൽ വ്യക്തമായി മനസ്സിലാക്കാൻ സാധ്യമാണ്. എങ്ങനെയാണ് ഉണ്ടാകുന്നത്? സൂക്ഷ്മ ശരീരമെന്നും സ്ഥൂല ശരീരമെന്നും ശരീരം രണ്ടുണ്ട്. സൂക്ഷ്മ ശരീരമാകട്ടെ അത് നശിക്കാത്തതും സ്ഥൂല ശരീരം നശിക്കുന്നതുമാണ്. അതായത് രൂപാന്തരീകരണം സംഭവിക്കുന്നതാണ്. അത് പഞ്ചഭൂതാത്മകമായ ശരീരം കത്തിക്കുകയോ കുഴിച്ചിടുകയോ ചെയ്യുമ്പോൾ അത് ഇല്ലാതെയാവുകയാണ് നമുക്ക് തോന്നും. പക്ഷേ ആ പഞ്ചഭൂതാത്മകമായ ശരീരം അപ്പോഴും അത് ഇല്ലാതാവുകയല്ല, മുമ്പ് ഞാൻ പറഞ്ഞതുപോലെ അല്ലാതാവുകയാണ്. അല്ലാതാവുന്ന ഈ ശരീരത്തിനകത്ത് പ്രതിഭാസിച്ച് നിന്നിരുന്ന ആത്മാവെന്ന് പറയുന്ന അംശം, ആ ദിവ്യമായ പ്രാണൻ എന്ന് പറയുന്ന അംശം പരമാത്മാവിൽ ചെന്ന് ലയിക്കുക എന്ന പ്രക്രിയയാണ് നമ്മൾ സാധാരണ ജന്മസാഫല്യമായി പുണ്യമായി കണക്കാക്കുന്ന കാര്യം. എന്നാൽ അതെല്ലായ്പ്പോഴും എളുപ്പം സാധിക്കുന്നില്ല. സ്ഥൂല ശരീരത്തിൽ നിന്ന് വേറിടുന്ന സൂക്ഷ്മ ശരീരം അങ്ങനെ പരമാത്മാവിൽ ചെന്ന് ലയിക്കുന്നതിന് ചില താമസങ്ങളെല്ലാം ഉണ്ട്. ഈ താമസത്തിനാണ് നമ്മൾ ഈ ബലിയിടുക എന്നൊക്കെ പറയുന്ന കാര്യങ്ങളുമായി ബന്ധപ്പെടുത്തി ചില വിശ്വാസങ്ങൾ ഇപ്പോഴും വച്ചു പുലർത്തുന്നത്. രാജസം, താമസം, സാത്വികം എന്ന് പറയുന്ന മൂന്ന് അവസ്ഥകളിൽ ഏറ്റവും പ്രബലവും അനുകരണീയവും സ്വീകാര്യവും അത്യാവശ്യവുമായ കാര്യം സാത്വികതയാണ്. ആ സാത്വികത എന്ന് പറയുന്നത് അത്ര എളുപ്പം കിട്ടുന്ന കാര്യവുമല്ല. മനസ്സ്, ശരീരം എന്ന് പറയുന്ന രണ്ട് അവസ്ഥകളെ മുമ്പോട്ട് കൊണ്ടുപോകുന്നതിന് മൂന്ന് തരം കാര്യങ്ങളുണ്ട്. അതിലൊന്ന് പ്രധാനമായിട്ടും അഹങ്കാരമാണ്. അഹങ്കാരമില്ലാതെ ആർക്കും ജീവിക്കാൻ കഴിയില്ല. നമ്മൾ സാധാരണ പറയുന്ന അഹങ്കാരമല്ലത്. നീ മഹാ അഹങ്കാരിയാണല്ലോടാ എന്ന് പറയുന്നതിനകത്തെ അഹങ്കാരമല്ലത്. അഹംബോധമാണ്. ഞാൻ എന്ന അവസ്ഥയിലേക്ക് തോന്നുന്ന ഒരു ബോധമാണത്. ഞാനുണ്ട് എന്ന ബോധമാണ് അഹംബോധം. അതാണ് അഹങ്കാരം എന്ന് പറയുന്നത്. ആ അഹങ്കാരം ഞാനെന്ന ഭാവമത് തോന്നായിക വേണമില്ല എന്ന് എഴുത്തച്ഛൻ ഹരിനാമകീർത്തനത്തിൽ പറയുന്നുണ്ട്. ഞാനെന്ന ഭാവമത് തോന്നാതിരിക്കണം എന്നായ, അഥവാ തോന്നിയാൽ അഖിലം ഞാൻ എന്ന് വിചാരിക്കണം. അതായത് ജീവാത്മാവും പരമാത്മാവും അടങ്ങുന്ന ഈ ദ്വന്ദ്വം ഉണ്ടല്ലോ, ഈ രണ്ടും ഒന്നാണ് എന്ന് വിചാരിക്കുന്ന അവസ്ഥയിലേക്ക് ബോധം വരണം. അത് നിലനിർത്താൻ കഴിയുമ്പോൾ അതിൽ ഭേദഭാവനകളില്ല. അസൂയ, കുശുമ്പ്, ഡംഭ, അഹങ്കാരം തുടങ്ങിയതൊന്നുമില്ല. ഷഡൂർമികൾ എന്ന് പറയുന്ന ദോഷങ്ങളൊന്നുമില്ല. കാമം, ക്രോധം, ലോഭം, മോഹം, മതം, മാത്സര്യം എന്ന് പറയുന്ന 6 ദോഷങ്ങൾ നമ്മൾ ഇല്ലാതാവുകയാണ്. ഈശ്വരനും പരനും രണ്ടല്ല ഒന്നാണെന്നുള്ള ബോധം ജനിക്കുമ്പോൾ ഞാൻ എന്നൊന്നില്ല എന്നുള്ള അവസ്ഥ വരിക. അഥവാ ഞാൻ ഉണ്ടെങ്കിൽ ഈശ്വരനാണ് ഞാനെന്ന അവസ്ഥ ഉണ്ടാവുക. ഈശ്വരൻ ഞാനും രണ്ടല്ലെന്നുള്ള ബോധം ഉണ്ടാവുക. അങ്ങനെ വരുമ്പോൾ ഇവിടെ ഈ പറയുന്ന ദോഷാനുഭവം ഇന്ന് നമ്മൾ സാധാരണ മനുഷ്യജീവിതത്തിൽ കാണുന്ന ഈ തരത്തിലുള്ള ഭേദഭാവനകളോ മറ്റ് കലുഷമായ സ്വഭാവ രീതികളോ ഒന്നും ഉണ്ടാവില്ല എന്നാണ്. ഇത് അഗസ്ത്യൻ്റെ നാവിലൂടെ സ്തുതി രൂപേണ ഇങ്ങോട്ട് പ്രകടിപ്പിക്കുകയാണ്. 24 മഹാതത്വങ്ങളാണ് ഈ പ്രപഞ്ചത്തെ തത്വചിന്താപരമായി നോക്കിക്കാണുമ്പോൾ ഉള്ളതെന്നും അദ്ദേഹം പറയുന്നു. ഇതാണ് കപിലാചാര്യരുടെ സാഖ്യസിദ്ധാന്തത്തിലും പറയുന്നത്. കപിലൻ്റെ സാഖ്യം നിരീശ്വരവാദമാണെന്ന് പറയുമെങ്കിലും അതിൻ്റെ തത്വം നമ്മൾ പരിശോധിച്ചാൽ പ്രകൃതി എന്ന അവസ്ഥയിൽ നിന്നാണ് കേവല തത്വങ്ങൾ എന്ന് പറഞ്ഞ് 24 തത്വങ്ങളെക്കുറിച്ചാണ് സാഖ്യയോഗത്തിൽ പറയുന്നത്. ആ സാഖ്യയോഗത്തിൽ പറയുന്നതിൻ്റെ കണ്ടൻറ്റും കൂടി അതിൻ്റെ ഉപാദാന വിഷയങ്ങൾ കൂടി ഇതിനകത്ത് അഗസ്ത്യസ്തുതിയിൽ നമുക്ക് കാണാൻ കഴിയും. ശ്രദ്ധാപൂർവം വായിച്ചാൽ ഓരോ പദങ്ങളും അനലൈസ് ചെയ്ത് പഠിച്ചാൽ കുറേ നേരം പറയാനുണ്ടാവും. ഒരു 2 മണിക്കൂർ 2-2.5 മണിക്കൂറെങ്കിലും പറഞ്ഞാൽ മാത്രമേ അഗസ്ത്യസ്തുതിയിൽ അദ്ദേഹം പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളെ ഒന്ന് എടുത്തു പറയാൻ കഴിയും. പുരുഷൻ എന്ന് പറയുന്ന അവസ്ഥയുണ്ട്. ഈ പുരുഷൻ എന്ന് പറഞ്ഞാൽ ആരാണ്? പുരേ ശയേതി പുരുഷ, അതായത് ശരീരമാകുന്ന പുരത്തിൽ വസിക്കുന്നവരാണ് പുരുഷൻ. അല്ലാതെ സാധാരണ നമ്മൾ പറയുന്ന പുരുഷൻ സ്ത്രീ എന്നുള്ള സങ്കല്പത്തിൽ പറയുന്നതല്ല. അത് ശരീരമാകുന്ന ഒരു പുരമാണ്. ആ പുരത്തിനകത്ത് വസിക്കുന്ന ആളാണ് എന്താണ്? ആത്മാവ് തന്നെയാണത്. അതിനെയാണ് പുരുഷനെന്ന് വിളിക്കുന്നത് വേദാന്തത്തിൽ. ആ പരമപുരുഷോത്തമനായിരിക്കുന്ന അവസ്ഥയിൽ ഭേദഭാവന ഉണ്ടായിക്കൂടാ. ഉണ്ടായാൽ പരമപുരുഷോത്തമത്വം ഇല്ല എന്നാണ്. അപ്പോൾ പരമപുരുഷോത്തമം എന്ന ഭാവം, ആ പരമപുരുഷോത്തമ തത്വം എന്ന അവസ്ഥ ജനിക്കണമെങ്കിൽ ഇന്ന് നമ്മൾ പറയുന്ന ഈ ദുഷ്പ്രവണതകളൊന്നും സ്വഭാവത്തിൽ ഉണ്ടാകാതിരിക്കുക, ഒരു ശ്വാസഗതിയിൽ പോലും ആത്മശുദ്ധി ഉണ്ടായിരിക്കുക എന്നാണ്. ഇതെല്ലാം ഉള്ള ആളാണ് ശ്രീരാമനെന്ന് ആദ്യം തന്നെ കവി പറഞ്ഞു വയ്ക്കുകയും ചെയ്തു. അതുകൊണ്ട് നമ്മൾ ഇതിനകത്ത് കാണുന്നത് ഈ തരത്തിലുള്ള സവിശേഷമായ ചില സാഹചര്യങ്ങളാണ്. അതിനെക്കുറിച്ചാണ് അഗസ്ത്യസ്തുതി ശ്രദ്ധേയമായി പഠിക്കേണ്ടതാണെന്ന് പറയുകയും ഏറ്റവും പ്രധാനമാണെന്ന് നമുക്ക് ചൂണ്ടിക്കാണിക്കേണ്ടി വരികയും ചെയ്യുന്നത്. അഗസ്ത്യൻ എന്താണ് പറഞ്ഞിരിക്കുന്നത് എന്നുള്ളത് ശിഷ്ടഭാഗം കൂടി നമുക്കൊന്ന് നോക്കാമെന്ന് തോന്നുന്നു. വായിച്ചതിൻ്റെ ബാക്കി.
ലോകസൃഷ്ടിക്കുരജോ ഗുണമാശ്രയിച്ചല്ലോ ലോകേശനായ ധാത നാഭിയിൽ നിന്നുണ്ടായി. സ്വത്വമാം ഗുണത്തിങ്കൽ നിന്നു രക്ഷിപ്പാൻ വിഷ്ണു രുദ്രനും തമോ ഗുണം കൊണ്ടു സംഹരിപ്പാനും ബുദ്ധിജാതികളായ വൃത്തികൾ ഗുണത്രയം നിത്യവംശിച്ചു. ജാഗ്രൽ സ്വപ്നവും സുഷുപ്തിയും ഇവറ്റിനെല്ലാം സാക്ഷിയായ ചിന്മയൻ ഭവാൻ നിവൃത്തൻ നിത്യൻ ഏകൻ അവയനല്ലോ നാഥ. യാതൊരു കാലം സൃഷ്ടി ചെയ്യുവാൻ ഇച്ഛിച്ചു ഭവാൻ മോദമോടപ്പോൾ അംഗീകരിച്ചു. മായ തന്നെ തന്മൂലം ഗുണവാനെ പോലെയായിതു ഭവാൻ. ത്വന്മഹാമായ രണ്ടു വിധമായി വന്നാളല്ലോ വിദ്യയും അവിദ്യയും എന്നുള്ള ഭേദാഖ്യയ. വിദ്യ എന്നല്ലോ ചൊല്ലൂ നിവൃത്തി നിരതന്മാർ. വിദ്യ എന്നും അവിദ്യ എന്നും രണ്ട് ഘടകങ്ങൾ. എന്താണ് വിദ്യ, എന്താണ് അവിദ്യ? ഈ രണ്ട് കാര്യങ്ങൾ അറിഞ്ഞേ നമുക്ക് കഴിയും. അതറിയണമെങ്കിൽ ജാഗ്രത, സ്വപ്നം, സുഷുപ്തി എന്ന 3 അവസ്ഥകളെക്കുറിച്ചും കൂടി നാം മനസ്സിലാക്കേണ്ടതുണ്ട്. ജാഗ്രത്, സ്വപ്നം, സുഷുപ്തി. സ്വപ്നത്തിൽ ജാഗ്രത്തില്ല, ജാഗ്രത്തിൽ സ്വപ്നമില്ല. ജാഗ്രത സ്വപ്നങ്ങൾ രണ്ടും സുഷുപ്തി തന്നിലില്ല എന്ന് പറയും ഭാഗവതത്തിൽ, ശ്രീമദ് ഭാഗവതത്തിൽ. അതുകൊണ്ട് അത്തരം ചില ഭാഗങ്ങൾ ഉള്ളത് കൊണ്ടാണ് അത് എഴുത്തച്ഛൻ്റേതാണ് ചിലർ ആണയിട്ട് പറയുന്നത് ഭാഗവത പുരാണം. ചിലർ പറയുന്നു എഴുത്തച്ഛൻ്റേതല്ല എന്ന്. എങ്കിലും എഴുത്തച്ഛൻ്റേതാണെന്നുള്ളതാണ് കൂടുതൽ പ്രാമാണ്യം. സ്വപ്നത്തിൽ ജാഗ്രത്തില്ല, ജാഗ്രത്തിൽ സ്വപ്നമില്ല. ജാഗ്രൽ സ്വപ്നങ്ങൾ രണ്ടും സുഷുപ്തി തന്നിലില്ല. എന്താണ് ജാഗ്രത്? ബോധമനസ്സ് ആയിരിക്കുക, ഉണർന്നിരിക്കുന്ന അവസ്ഥയ്ക്കാണ് ജാഗ്രത എന്ന് പറയുന്നത്. സ്വപ്നം എന്ന് പറയുന്നത് സുഷുപ്തിക്കും ജാഗ്രതയുടെ ഇടയ്ക്കുള്ളതാണ്. സുഷുപ്തി എന്ന് പറഞ്ഞാൽ സ്വപ്നമില്ലാത്ത നിദ്രയാണ് സുഷുപ്തി. അപ്പോൾ സ്വപ്നമില്ലാത്ത നിദ്രയും ഉണർന്നിരിക്കുന്ന അവസ്ഥയും ഇടയ്ക്ക് ഉള്ള ഒരു പ്രക്രിയയാണ് സ്വപ്നാവസ്ഥ എന്ന് പറയുന്നത്. ജാഗ്രത ആയിരിക്കുമ്പോൾ ഉണർന്നിരിക്കുന്ന അവസ്ഥയിൽ സ്വപ്നവുമില്ല, സുഷുപ്തിയുമില്ല. സ്വപ്നം ഉണ്ടായിരിക്കുന്ന അവസ്ഥയിൽ ജാഗ്രതയുമില്ല, ഈ സുഷുപ്തിയുമില്ല. ഇനി സുഷുപ്തി ഉണ്ടായിരിക്കുമ്പോൾ മറ്റ് രണ്ടുമില്ല, ജാഗ്രതയുമില്ല, സ്വപ്നവുമില്ല. അപ്പോൾ ഇത് മൂന്ന് വ്യത്യസ്ത അവസ്ഥകളാണെന്ന് പറയുമെങ്കിലും ഇത് ഒരേ ബോധത്തിൽ ഉണ്ടാകുന്നതാണ് എന്നുള്ളതാണ്. ഒരാളിലാണ് ഉണ്ടാകുന്നത്, ഒറ്റയാൾ, നമ്മൾ ഒരാൾ തന്നെ. നമ്മൾ ഉറങ്ങുന്നു, നമ്മൾ ഉണരുന്നു, നമ്മൾ സ്വപ്നം കാണുന്നു, വീണ്ടും ഉണർന്നിരിക്കുന്നു. ഇതുണ്ടാവുകയാണ്. ഒരേ ആളിൽ ഈ 3 അവസ്ഥകളും ജനിക്കുന്നു. ആ ജനിക്കുന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് വിദ്യ അവിദ്യ എന്ന് 2 ഘടകങ്ങൾ വേണ്ടി വരുന്നത്. വിദ്യ ഉണ്ടാവുക എന്ന് പറഞ്ഞാൽ ഞാൻ ആര്, എവിടെ നിന്ന് വന്നു, എങ്ങോട്ട് പോകുന്നു, ഞാൻ ഇന്നലെ എന്തായിരുന്നു, ഇന്ന് എന്താണ്, നാളെ എന്തായിരിക്കും എന്നുള്ള അന്വേഷണാത്മകമായ ബുദ്ധിയിലൂടെ ലഭിക്കുന്ന അറിവിന്, അതിനെയാണ് വിദ്യ. അവിദ്യ എന്ന് പറയുന്നത് അതല്ല. പ്രാപഞ്ചികമായ വ്യവഹാരങ്ങൾക്ക് വേണ്ടി വരുന്നതൊക്കെയാണ് നിത്യ നൈമിത്തിക ജീവിതാനുഭവങ്ങൾക്കിടയിൽ അനുഭവിക്കേണ്ടി വരുന്ന ദുഃഖവും നിരാശയും ആവലാതിയും പരിഭവവും പരാജയങ്ങളും അടങ്ങുന്ന വിവിധ വികാര സമ്പൃക്തമായ ചേർന്നിരിക്കുന്ന അവസ്ഥയ്ക്കാണ് ഇവിടെ അവിദ്യ എന്ന് വിളിക്കുന്നത്. അപ്പോൾ അവിദ്യയിൽ നിന്ന് വിദ്യയിലേക്കുള്ള ഒരു സംക്രമണം മനുഷ്യാത്മാവിന് സാധിക്കുമെങ്കിൽ അത് ജീവൻ മുക്തിയിലേക്കുള്ള അല്ലെ പരമമായ സുഖാവസ്ഥയിലേക്കുള്ള സഞ്ചാരമാണ്. പരമമായ സുഖാവസ്ഥ എന്ന് പറയുന്നത് നമുക്കിപ്പോൾ ഭൗതികമായി ലഭിക്കുന്ന സുഖാവസ്ഥകൾക്കപ്പുറം അനിർവചനീയമായി നിർവചിക്കാൻ കഴിയാതിരിക്കുന്ന ആനന്ദാവസ്ഥയാണ്. അതിനെയാണ് പരമാനന്ദം, സച്ചിദാനന്ദം എന്നെല്ലാം പറയുന്നത്. അത് യോഗബലത്തിലൂടെ സാക്ഷാത്കരിക്കാൻ കഴിയുന്ന ഒന്നാണ്. അതാണ് ഇവിടെ ഈ അഗസ്ത്യൻ സ്തുതി രൂപേണ പറയുന്നത്. ഇതെല്ലാം അഗസ്ത്യൻ്റേതാണെന്ന് വിചാരിക്കരുത്. അതാദ്യം ഞാൻ പറഞ്ഞത്. അതെല്ലാം എഴുത്തച്ഛൻ്റെ തൻ്റെ സിദ്ധാന്തം അവതരിപ്പിക്കുകയാണ് എന്ന് മനസ്സിലാക്കണം. ഭക്തി സിദ്ധാന്തമാണ് അവിടെ. അതായത് സ്വസ്വരൂപ അനുസന്ധാനം ഭക്തിരേവഗിരിയസി എന്ന് പറയും. മോക്ഷകാരണ സാംഗര്യാം ഭക്തിരേവഗിരിയസി എന്നും പറയും. അങ്ങനെ പല വിധത്തിൽ ഭജ് എന്ന ധാതുവിൽ നിന്നാണ് ഭക്തി എന്ന വാക്കുണ്ടാകുന്നത്. ഭജിക്കുക,
അതുകൊണ്ടാണ് ഭജനം നമുക്ക് വേണ്ടി വരുന്നത്, സ്തുതി വേണ്ടത്, ജപിക്കുക. നമ്മൾ കൃഷ്ണ ഹരേ ജയ എന്ന് പറയുമല്ലോ, മുകുന്ദ ഹരേ ജയ എന്ന് പറയും. നമ്മളെന്താ ജയിക്കാൻ എന്ത് അങ്ങനെ പരീക്ഷ എഴുതിയോ ജയിക്കാൻ? കൃഷ്ണ ഹരേ ജയ, അല്ലയോ കൃഷ്ണ ഹരേ അവിടുന്ന് ജയിച്ചാലും ഒന്ന്. ഇതുവരെ തോറ്റിരിക്കുമായിരുന്നു. അന്നേരം ഇതുവരെ തോറ്റിരിക്കുകയായിരുന്നില്ല, അദ്ദേഹം പരീക്ഷ എഴുതുകയായിരുന്നില്ല, ജയിക്കാൻ റിസൾട്ട് കൊടുക്കാൻ നമ്മൾ വിധികർത്താവുമല്ല. എന്നിട്ട് നമ്മൾ പറയുന്നു കൃഷ്ണ ഹരേ ജയ, മുകുന്ദ ഹരേ ജയ എന്നൊക്കെ പറയും. അവിടെ ജയ എന്ന് പറയുന്നത് എന്താ അർത്ഥം? അവിടെ ജയ, എൻ്റെ ജീവിതം ജയിക്കാൻ ആവശ്യമായ നിലയിൽ, എൻ്റെ ജീവിതത്തിൽ സന്തോഷഭരിതമായ വിജയാനുഭവങ്ങൾ സംതൃപ്തമായി ഉണ്ടാകാൻ, സന്തുഷ്ടി ജനിക്കാൻ പാകത്തിൽ അങ്ങ് നിൽക്കുന്നുവല്ലോ എന്നാണ് അതിൻ്റെ അർത്ഥം. അല്ല ചുമ്മാ അങ്ങ് ജയിക്കാൻ പറയുകയല്ലാതെ. ഇതാണ് സ്തുതി. സ്തുയന്തം, സ്തുതി എന്ന് പറയുന്ന കാര്യം അതാണ്. സ്തുതിക്കുക എന്നുള്ള അവസ്ഥ ഉണ്ടാകുന്നത് എന്തുകൊണ്ടാണ്? സ്തോത്രങ്ങൾ കൊണ്ട് മാത്രമേ സ്തുതിക്കാൻ കഴിയൂ. ഏതെങ്കിലും വിധത്തിൽ ദൈവമേ ഭഗവാനെ രക്ഷിക്കണമെന്ന് പറയുന്നത് പോലും സ്തോത്രമാണ്, സ്തുതിയാണ് അത്. അപ്പോൾ സ്തുതിക്കുക എന്ന് പറയുന്നത് ഈശ്വരന് പോലും ഇഷ്ടമുള്ള കാര്യമാണ്. നമ്മളെ ആരെങ്കിലും അഭിനന്ദിച്ചാൽ നമുക്ക് ഇഷ്ടമാകാതിരിക്കുമോ? നമ്മളെ ആരെങ്കിലും നമ്മൾ ഇല്ലാത്ത ഗുണങ്ങളായാലും ഉള്ള ഗുണങ്ങളായാലും ഒരാൾ വലിയ കേമനാണെന്ന് പറഞ്ഞാൽ നമുക്ക് ഇഷ്ടമാകാതിരിക്കുന്നില്ലല്ലോ. എന്താ അയാളിങ്ങനെ പറയുന്നത് തോന്നുകയില്ല. അവയെല്ലാം അത് വേണ്ടി വരുന്നു. അപ്പോൾ ഭക്തി സാഹിത്യത്തിലെ ഏറ്റവും പ്രധാനമായ ഒരു ഭാഗം ഈ മോക്ഷാവസ്ഥയിലേക്ക് നയിക്കപ്പെടുന്നതിനുള്ള രൂപപരമായ ധ്യാനമാണ്. ഇതിന് സഗുണബ്രഹ്മം അല്ലെ സഗുണാരാധന എന്ന് പറയും. സഗുണാരാധനയിൽ നിന്ന് നിർഗുണാരാധനയിലേക്ക് പോകുന്നതാണ് യഥാർത്ഥമായ ഭക്തിഭാവം എന്ന് പറയുന്നത്. ഭക്തിഭാവമാണ്, ഭക്തി രസമല്ല. ആളുകൾ ഭക്തി രസമെന്ന് പറയും, ഒരിക്കലും ഭക്തി രസമായിട്ടില്ല, രസമല്ലത്. ഭക്തിഭാവമേ ആകുന്നുള്ളൂ. കാരണം നവരസങ്ങളൊന്നും ഓർത്തു നോക്കിയാൽ അറിയാം. ശൃംഗാരം, വീരം, കരുണം, രൗദ്രം, ഹാസ്യം, ഭയാനകം, ബീഭത്സം, അത്ഭുതം, ശാന്തം, ഇങ്ങനെയുള്ള 9 രസങ്ങൾ നവരസങ്ങൾ എന്നാണ് പറയുന്നത്. ഈ നവരസങ്ങൾക്കകത്ത് ഭക്തിയില്ല. ഭക്തിയില്ലെങ്കിൽ പിന്നെ എങ്ങനെയാണ് ഭക്തി രസമാകുന്നത്? ആ ഭക്തിഭാവമേ ആകുന്നുള്ളൂ. അപ്പോൾ ഭക്തിഭാവം കൊണ്ട് സമ്പന്നമായിരിക്കുന്ന ഒരു ജീവിതമാണ് നമുക്ക് വേണ്ടതെങ്കിൽ, നമ്മൾ സ്വീകരിക്കുന്നതെങ്കിൽ നമ്മുടെ ലൗകിക ദുഃഖങ്ങൾ നമ്മിൽ നിന്ന് കുറെയെല്ലാം ഒഴിഞ്ഞു നിൽക്കും. പൂർണ്ണമായും അത് വിടുതൽ വേണമെങ്കിൽ മുമ്പ് ഞാൻ പറഞ്ഞ സാത്വികമായ ഗുണത്തിൻ്റെ അധികാരിയാകണം നാം. ഇതങ്ങനല്ല. രാജസ പ്രൗഢിയും താമസ പ്രൗഢിയും കൊണ്ട് എപ്പോഴും നാം ജീവിതം മുമ്പോട്ട് കൊണ്ടുപോകുന്നത് കൊണ്ട് സാത്വികാവസ്ഥ പൊതുവെ നമ്മുടെ ജീവിതത്തിൽ കുറവാണ്. സത്വഗുണപ്രധാനമായ ജീവിതാനുഭവങ്ങൾ നമ്മിൽ വളരെ കുറവാണ്. നമ്മുടെ സംസർഗവും അങ്ങനെയാണ്. നമുക്ക് നേട്ടങ്ങൾ ഉണ്ടാകുമെന്ന് വിചാരിക്കുന്ന ആളുകളോടാണ് നമുക്ക് ചങ്ങാത്തമുള്ളത്. നമുക്ക് ഒരു നേട്ടവും ഉണ്ടാവില്ല എന്ന ആളുകളോട് നമ്മൾ എപ്പോഴും വിരുദ്ധഭാവം പ്രകടിപ്പിക്കും. എന്നാൽ ആ വിരുദ്ധതയും വ്യക്തിജീവിതത്തിൻ്റെ ഒരു ഭാഗമാണ് എന്ന് ബോധ്യപ്പെടുകയും സ്വന്തം ജീവിതത്തിലും ഈ വിരുദ്ധതയുണ്ടെന്ന് തിരിച്ചറിയുകയും ചെയ്തു കഴിഞ്ഞാൽ ആ കൊളരാത്തവന്മാരോട് ഗോവിന്ദചാമിയോട് പോലും നമുക്ക് അതിന് ഇഷ്ടം ഉണ്ടാവുകയില്ല. മനുഷ്യപ്രകൃതിയുടെ 2 അംശങ്ങളാണ് ഇവ: നന്മയും തിന്മയും, ധർമ്മവും അധർമ്മവും, സദ്വാസനയും അസദ്വാസനയും, സത്വം അസത്വവും ഉള്ളതാണ്. ഇല്ലാതൊന്നുമില്ല. ഈ സത്താണെന്ന് തിരിച്ചറിയണമെങ്കിൽ, നന്മയാണെന്ന് തിരിച്ചറിയണമെങ്കിൽ, സദ്വാസനയാണെന്ന് തിരിച്ചറിയണമെങ്കിൽ, സദാചാരമാണ് എന്ന് തിരിച്ചറിയണമെങ്കിൽ, അസദ്വാസന എന്താണ്, അസദാചാരം എന്താണ്, ദുർനടത്തം എന്താണ്, തിന്മ എന്താണ്, അധർമ്മം എന്താണ്, ദുഷ്കർമ്മങ്ങൾ എന്താണെന്ന് നമുക്ക് ബോധ്യപ്പെടണം. രണ്ടും അന്യോന്യ ബന്ധിതങ്ങളാണ്, അന്യോന്യം ബന്ധിച്ചിരിക്കുന്നു. പണ്ട് ആചാര്യന്മാർ പറയും, മനഃശരീരസ്ഥാവം പരസ്പരം അനുപ്രജയത് ആധാരാധയ ഭാവേന തപ്പതാജ്ഞഘടയൊരിവ എന്ന് പറയും. മനസ്സും ശരീരവും ചേർന്നിരിക്കുന്നത് ഏതുപോലെയാണ്? നെയ്യ് നിറച്ചു വച്ചിരിക്കുന്ന കുടം ചൂടാക്കുമ്പോൾ നെയ്യ് മാത്രമല്ല ചൂടാവുന്നു, കുടവും ചൂടാവും. രണ്ടും ഒരുപോലെ. ആധാരവും ആധേയവും എങ്ങനെ ബന്ധപ്പെട്ടിരിക്കുന്നു? കാര്യവും കാരണവും എങ്ങനെ ബന്ധപ്പെട്ടിരിക്കുന്നു? കാര്യമില്ലാതെ കാരണമോ കാരണമില്ലാതെ കാര്യമോ ഉണ്ടാവുന്നില്ലെന്ന് പറയുന്നത് പോലെ ഈ ഒരു ബന്ധമുണ്ട്. നന്മതിന്മകൾ, സത്യമസത്യം, ധർമ്മോധർമ്മം, ദുഷ്കർമ്മം സൽക്കർമ്മം, ഇവ. അപ്പോൾ സഗുണോപാസനയിലൂടെ, സഗുണമായ കർമ്മഭാവങ്ങളിലൂടെ നമ്മുടെ ശരീരത്തെയും അതിൻ്റെ ഉള്ളിലുള്ള ആത്മാവിനെയും നിഷ്കാമമായ അവസ്ഥയിലേക്ക് സംക്രമിപ്പിക്കുന്ന സഞ്ചാരപരതയാണ് യഥാർത്ഥത്തിൽ ഈ ഭക്തി എന്ന് പറയുന്നത്. ഭക്തി അതിനുള്ള സോപാനം മാത്രമാണ്, ചവിട്ടുപടി മാത്രമാണ്. അതുകൊണ്ടാണ് സാരൂപ്യം തുടങ്ങിയുള്ള പല ഘട്ടങ്ങൾ ഇതിനുള്ളത്. ചവിട്ടി കയറി പോവുകയാണ്. ആദ്യം രൂപം വേണം. ആ രൂപത്തിൽ നിന്ന് രൂപരഹിതമായ അവസ്ഥയിലേക്ക് പോകണം. ഇപ്പോൾ നമ്മൾ കൃഷ്ണൻ എന്ന് പറയുമ്പോൾ, അല്ലെ രാമൻ എന്ന് പറയുമ്പോൾ, നമ്മൾ പൂജാമുറിയിലോ അല്ലെ വിളക്കത്തിനോ വെച്ച രാമൻ്റെ ഒരു ചിത്രം നമ്മൾ കാണുന്നത് ആരോ വരച്ചതാണെങ്കിലും
അത് ശ്രീരാമനാണ് അല്ലെ കൃഷ്ണനാണ് നമ്മൾ സങ്കല്പിക്കുന്നു. എന്നിട്ട് അത് നോക്കി തൊഴുമ്പോൾ ആ രൂപം നമ്മുടെ മനസ്സിൽ കിട്ടുന്നു അല്ലേ. ഓർമ്മ സ്മൃതി എന്ന് പറയുന്ന ഗുണം നമുക്കുള്ളത് കൊണ്ടാണ് ഏത് രൂപത്തെയും നമുക്ക് സങ്കല്പിക്കാൻ കഴിയും. ഹിമാലയത്തിൽ എവറസ്റ്റ് കൊടുമുടിയിൽ ഭാരതത്തിൻ്റെ പതാക നാട്ടിയിരിക്കുന്നു. ഇപ്പം നമുക്ക് കാണാൻ പറ്റത്തില്ലേ? ഇവിടെ നിന്ന് സങ്കല്പിച്ചാൽ ആ കൊടി അങ്ങനെ പാറി കളിക്കുന്നുണ്ട് ആ മഞ്ഞുമലയുടെ മുകളിൽ സങ്കല്പിക്കാം. അതേസമയം നമുക്ക് ഇങ്ങോട്ട് നോക്കി അക്ഷരം നമുക്ക് കാണാം. ഇവിടേക്ക് നോക്കിയാൽ എത്ര വേഗമാണ്! മനസ്സിൻ്റെ ഈ വേഗം ലോകത്തൊന്നിനുമില്ല. മനഃഖഗം എന്നാണ് പറയുന്നത്, മനഃഖഗമാണ് അത്. മനോവേഗം പോലൊരു വേഗം ലോകത്തൊന്നും ഇതുവരെ ഒന്നിനും ഉണ്ടായിട്ടില്ല. ആ വേഗമുള്ള മനസ്സിനെ നിയന്ത്രിക്കുന്ന ഘടകം ആണ് ഈ ഈശ്വര സങ്കല്പം എന്ന് പറയുന്നത്. പ്രത്യക്ഷമോ പരോക്ഷവുമായി നമ്മെ എപ്പോഴും സ്വാധീനിച്ചു കൊണ്ടിരിക്കുന്ന ഒരു പ്രഭാവമാണ് ഐശ്വരത അല്ലെങ്കിൽ ഈശ്വരഭാവം അല്ല ദൈവികത എന്ന് പറയുന്നത്. ആ ഭാവത്തിൻ്റെ അടിസ്ഥാന അംശങ്ങൾ നമ്മുടെ ശരീര പ്രക്രിയകളിൽ നിന്ന് നമ്മൾ കുറേ മാറി ചിന്തിക്കുമ്പോൾ സാത്വികം, രാജസം, താമസം എന്നിവ പോകുന്നു. വിദ്യ അവിദ്യ എന്നതിലേക്ക് പോകുന്നു. ജീവാത്മാവ് പരമാത്മാവ് എന്ന അവസ്ഥയിലേക്ക് പോകുന്നു. ബ്രഹ്മം എന്ന അവസ്ഥയിലേക്ക് ഉയരുന്നു. ഇങ്ങനെ സാങ്കേതിക പദങ്ങളുടെ കുറേ കാര്യങ്ങളുണ്ട് ഇതിനകത്ത്. ഇന്ത്യൻ ഫിലോസഫിയിൽ, തത്വചിന്തയിലെ, ആധ്യാത്മിക ശാസ്ത്രത്തിൽ അതെല്ലാം നമ്മളെ ബോധ്യപ്പെടുമ്പോഴേക്കും ഈ രാമായണം എന്ന അധ്യാത്മകാവ്യത്തിൻ്റെ ഭക്തിഭാവം എന്താണെന്ന് ബോധ്യപ്പെടും. അവിടെ രാമൻ എന്നുള്ളതല്ല, രാമനിൽ നിന്ന് പ്രകടിപ്പിക്കപ്പെടുന്ന ആത്മഭാവത്തിൻ്റെ ശക്തിവിശേഷവും സ്വാധീന ശക്തിയും എന്താണെന്ന് തിരിച്ചറിയലാണ് രാമായണം വായിക്കുന്നതിലൂടെ കിട്ടുക. പാരായണത്തിനുള്ളതാണ് പാരായണം, ചുമ്മാ വായിക്കല്ല. പാരായണത്തിൽ വേണം. അതിൽ ഓരോ വാക്കിൻ്റെയും ആ ആശയഗതികളിലേക്ക് നമ്മുടെ മനസ്സിറങ്ങിച്ചെല്ലണം. അപ്പോഴേ അത് പാരായണമാവും, അല്ലെ വെറും വായനയാവുന്നുള്ളൂ. വെറും വായന എന്ന് പറയുമ്പോൾ കയ്യിൽ വെച്ച് വായിക്കാൻ പാടില്ല. ഇങ്ങനെ കയ്യിൽ വെച്ച് വായിക്കാൻ പാടില്ലതാണ്. പുസ്തകേ വാചനം ഹസ്തേ സഹസ്രാദധികം യതി ഹസ്തസംസ്ഥാപനം ദേവ ഭവേത് അർത്ഥഫലം ധ്രുവം എന്നാണ് ശാസ്ത്രം. കയ്യിൽ വെച്ച് വായിച്ചു കഴിഞ്ഞാൽ വായിക്കുന്നതിൻ്റെ പകുതി ഫലമേ കിട്ടുമെന്നാണ്. അതിന് കാര്യം വേറെയാണ്. കണ്ണിൻ്റെ കാഴ്ചയുടെ വ്യത്യാസത്തിൽ കണ്ണ് കടണ്ടാവെന്ന് വിചാരിച്ചാൽ പറയുന്നത്. എങ്കിലും ആചാര്യന്മാർ ഇങ്ങനെ പറയുന്നുണ്ട്. പുസ്തകേ വാചനം ഹസ്തേ സഹസ്രാദധികം യതി ഹസ്ത സംസ്ഥാപനം ദേവ ഭവേദാർത്ഥ ഫലം ധ്രുവം എന്ന് പറയുന്ന ഒരു അവസ്ഥയുണ്ട്. അപ്പോൾ എന്തായാലും അഗസ്ത്യസ്തുതിയുടെ ബാക്കി കുറച്ചൊരു ഭാഗം കൂടെ വായിച്ചുകൊണ്ട് ഞാൻ അങ്ങനെ നിർത്തിയേക്കാം. അപ്പോൾ ഇന്നത്തെ കാര്യം അവിടെ നമുക്ക് നിർത്താൻ പറ്റും. വിദ്യയും അവിദ്യയുമെന്നുള്ള ഭേദാഖ്യയ വിദ്യയെന്നല്ലോ ചൊല്ലൂ നിവൃത്തി നിരതന്മാർ അവിദ്യാവശന്മാരായി വർത്തിച്ചീടിന ജനം പ്രവൃത്തി നിരതന്മാരെന്നത്രേ ഭേദമുള്ളൂ. വേദാന്തവാക്യാർത്ഥവേദികളായി സമന്മാരായി പാദഭക്തന്മാരായുള്ളവർ വിദ്യാത്മകന്മാർ അവിദ്യാവശകന്മാർ നിത്യസംസാരികൾ എന്നവശ്യം തത്വജ്ഞന്മാർ ചൊല്ലുന്നു നിരന്തരം. വിദ്യാഭ്യാസൈകരതന്മാരായ ജനങ്ങളെ നിത്യമുക്തന്മാരെന്നു ചൊല്ലുന്നു തത്വജ്ഞന്മാർ. ത്വന്മന്ത്രോപാസകന്മാരായുള്ള ഭക്തന്മാർക്ക് നിർമ്മലയായ വിദ്യ താനേ സംഭവിച്ചിടും. മറ്റുള്ള മൂഢന്മാർക്ക് വിദ്യയുണ്ടാക എന്നതും തെറ്റില്ല 100,000 ജന്മങ്ങൾ കഴിഞ്ഞാലും. ആകയാൽ ത്വദ്ഭക്തി സമ്പന്നന്മാരായുള്ളവർ ഏകാന്തമുക്തന്മാർ ഇല്ലേതും സംശയമോർത്താൽ. ആകയാൽ ത്വദ്ഭക്തി സമ്പന്നന്മാരായുള്ളവർ ഏകാന്തമുക്തന്മാർ ഇല്ലേതും സംശയം ഓർത്താൽ. ത്വദ്ഭക്തി സുധാഹീനന്മാരായുള്ളവർക്കെല്ലാം സ്വപ്നത്തിൽ പോലും മോക്ഷം സംഭവിക്കുകയുമില്ല. ശ്രീരാമ രഘുപതേ കേവലജ്ഞാനമൂർത്തേ ശ്രീരമണാത്മാ രാമ കാരുണ്യാമൃത സിന്ധോ. എന്തിനു വളരെ ഞാനിങ്ങനെ പറയുന്നു ചിന്തിക്കിൽ സാരം കിഞ്ചിൽ ചൊല്ലുവൻ ധരാപതേ. സാധു സംഗതി തന്നെ മോക്ഷകാരണം എന്നു വേദാന്തജ്ഞന്മാരായ വിദ്വാൻമാർ ചൊല്ലിയിടുന്നു. സാധുക്കളാകുന്നതു സമചിത്തന്മാരല്ലോ ബോധിപ്പിച്ചിടും ആത്മജ്ഞാനവും ഭക്തന്മാർക്കായി. നിസ്പൃഹന്മാരായി വിഗതൈഷണന്മാരായി സദാ ത്വദ്ഭക്തന്മാരായി നിവൃത്താഖിലകാമന്മാരായി
ഇഷ്ടാനിഷ്ടപ്രാപ്തികൾ രണ്ടിലും സമന്മാരായി നഷ്ടസംഖ്യന്മാരുമായി സന്യസ്ത കർമാക്കളായി തുഷ്ടമാനസന്മാരായി ബ്രഹ്മതൽപരന്മാരായി ശിഷ്ടാചാരൈക പരായണന്മാരായി നിത്യം യോഗാർത്ഥം യമനിയമാതി സമ്പന്നന്മാരായി ഏകാന്തേ ശമദമ സാധനയുക്തന്മാരായി സാധുക്കൾ അവരോട് സംഗതി ഉണ്ടാകുമ്പോൾ ചേതസി ഭവൽ കഥാശ്രവണേ രതിയുണ്ടാം ത്വൽകഥാശ്രവണേന ഭക്തിയും വർദ്ധിച്ചിടും. ഭക്തി വർദ്ധിച്ചിടുമ്പോൾ വിജ്ഞാനമുണ്ടായി വരും. വിജ്ഞാനജ്ഞാനാദികൾ കൊണ്ട് മോക്ഷവും വരും. ഓം നമോ നാരായണായ. ഓം ശ്രീരാമ രാമ രമാപതേ സീതാപതയേ നമഃ. ഓം നമോ നാരായണായ. ഓം. ഇന്ന് അങ്ങനെ നിൽക്കട്ടെ. ബാക്കി നമുക്ക് അടുത്ത ദിവസം ജടായു സംഗമം തുടങ്ങിയുള്ള കാര്യങ്ങളിലേക്ക് നമുക്ക് അടുത്ത ദിവസം പോകാം.